അപ്പൊ നമുക്ക് ഇതിന്റെ ഈ നടക്കുന്ന യോഗത്തിന്റെ അന്നത്തെ ദിവസം പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന. നമ്മൾ നേരത്തെ ആലോചിച്ചനുസരിച്ച് നമ്മളിവിടെ എത്തുന്നവരിലെ വിദ്യാർത്ഥികളെ ആധ്യാത്മികമായ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവർക്ക് പരിശീലനം കിട്ടിയ ഒരു വിഭാഗമുണ്ട്. അപ്പം നമ്മുടെ ആ വിങ്ങിന്റെ പേര് നമ്മൾ ഗുരുകുലം കലാഭാരതി എന്നാണ്. അപ്പൊ ഈശ്വര പ്രാർത്ഥന ഗുരുകുലം കലാഭാരതി. കലാഭാരതി വിദ്യാർത്ഥികൾ, ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറുടെ അവരുടെ കൂടെ കാണും. വിശംബര ചേട്ടാ നമസ്കാരം. വിശംബര ചേട്ടാ നമസ്കാരം. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് റിയാക്ട് ചെയ്യണേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട്. അപ്പൊ ഈ യോഗത്തിന്റെ അധ്യക്ഷ നമ്മുടെ ഈ കമ്മിറ്റി നമ്മള് ഫോം ചെയ്തപ്പം ശ്രീനാരായണ കേന്ദ്രയുടെ പ്രസിഡന്റ് ശ്രീമതി ബീന ബാബുറാം, അതാണ് നമ്മൾ മുൻ ഇവിടെ ഡൽഹി കമ്മിറ്റി കൂടി തീരുമാനിച്ചത്. അപ്പൊ അധ്യക്ഷയായിട്ട് നമുക്ക് ബീന ബാബുറാവിനെ നിശ്ചയിക്കാമെന്നാണ്. അഡ്വക്കേറ്റ് ആണോ? അഡ്വക്കേറ്റ് അല്ലല്ലോ. അല്ല, അല്ല, അദ്ദേഹം ഒരു ബിസിനസ് ബീന ബാബുറാവേ ഉള്ളൂ. ശ്രീനാരായണ കേന്ദ്ര ഡൽഹി. ബീന ബാബുറാം, ശ്രീനാരായണ കേന്ദ്ര പ്രസിഡന്റ് ഡൽഹി. പ്രസിഡന്റ് അല്ലേ? ആ, പ്രസിഡന്റ്. സ്വാഗതം ആർ നായർ. പാഞ്ചജന്യം ഭാരതം. എന്താണ് ആറാരേട്ട ഡെസിഗ്നേഷൻ ചേർക്കേണ്ടത്? വർക്കിംഗ് ചെയർമാൻ. ഉദ്ഘാടനം അഡ്വക്കേറ്റ് ആർ വെങ്കട്ടരമണി. വിഷയ അവതരണം ഡോക്ടർ എം വി നടേശൻ. സാറിന്റെ ഇപ്പോഴത്തെ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടല്ലോ നമ്മുടെ സംസ്കൃത പഠനമായിട്ട്, അത് ചേർക്കാം. നടേശ് സാർ അവൈലബിൾ ആണോ മീറ്റിംഗില്? ഏതോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. മുഖ്യ പ്രഭാഷണം അങ്ങനെയല്ല ചേർക്കണ്ടേ? ചോദിച്ചടാ, മുഖ്യ പ്രഭാഷണം. അതെ. ആ, സച്ചിദാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത്? ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, പ്രസിഡന്റ് ശിവീരമഠം വർക്കല. ആ, മറ്റേ വെങ്കട്ടരമണിക്ക് ഇട്ടാ വേണേ, വെങ്കട്ടരമണി എന്നാ. ആ, ഓക്കെ ഓക്കെ. അത് ഞാൻ പ്രിന്റ് ചെയ്തെടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിലൂടെ കൊടുക്കരുത്, ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വെറും അറ്റോർണി ബഹു ചേർക്കുന്ന നല്ലതാണ്. ഒരു ബഹു അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യ പദമേ ഉള്ളൂ. ഓഫല്ല കേട്ടോ, അദ്ദേഹം എഴുതുന്ന ഫോർ ഇന്ത്യ എന്ന് എഴുതുന്നത്. അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ എന്നാണ് അദ്ദേഹം. നമ്മുടെ പോസ്റ്ററിനകത്ത് അറ്റോർണി ജനറൽ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഭാരത സർക്കാർ എന്ന് ചേർത്തേക്കുന്നത്. അത് മാറ്റുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും തോന്നുന്നത്. അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ നടേശ് സാർ അയച്ചു തന്നാണ്. ആണോ? ആ, എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അത് അയച്ചു തന്നെ. ആയിക്കോട്ടെ. സാറ് മീറ്റിംഗിലെല്ലാം ഉണ്ട്, നമുക്കത് അതുകൂടെ ക്ലാരിറ്റി ആക്കിയിട്ട് നമുക്കത് നാളത്തെ മീറ്റിംഗ്. പിന്നെ നമ്മുടെ ആ സ്ഥലത്തിന്റെ അത് വെറും രാമകൃഷ്ണ ആശ്രമം എന്ന് വെക്കുന്നതിന് ശ്രീരാമകൃഷ്ണ ആശ്രമം തന്നെ നല്ലത്.
അല്ല അവിടെ കൊടുത്തേക്കുന്ന പേരാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അവിടെ അങ്ങനെയാണോ ഇരിക്കുന്നത് അല്ലേ? അതെ അതെ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മറ്റ് ബോർഡുകളുണ്ട്, അവിടുത്തെ എല്ലാം ഫോട്ടോ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. രാമകൃഷ്ണ ആശ്രമം എന്നാണ് കൊടുത്തേക്കുന്നത്. ആയിക്കോട്ടെ. അത് രാമകൃഷ്ണ മിഷന്റെ ആണല്ലോ അത്. അതെ അതെ, അതുകൊണ്ടാണ് അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്തത് പ്രഭാഷണം ആണ്. പ്രഭാഷണം നമ്മൾ അനുഗ്രഹ പ്രഭാഷണം എന്നാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ വേണോ വേണ്ടേ? അപ്പൊ അതിനകത്ത് ആദ്യമേ ഡോക്ടർ പി ശശികുമാർ, അത് ശശികുമാർജി അങ്ങനെ കൊടുത്താൽ മതിയോ? എന്തെങ്കിലും നമുക്ക് ആ ഒരു പ്രയോഗത്തിൽ മാറ്റം കൊടുക്കാം? അല്ല, ഇത് മലയാളത്തിലാണോ? ഇതിന്റെയൊക്കെ ഫോർമാറ്റ് മലയാളമാണോ? അല്ലല്ല, ഇതിന്റെ 2 മെസ്സേജും വരും. ഇത് ഇംഗ്ലീഷിലാണ് നമ്മൾ നോട്ടീസ് അടിക്കുന്നത്. അല്ല, മലയാളത്തിലെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോ പ്രഭാഷണം നല്ലത്, പ്രഭാഷണം നല്ലത്. അതിന്റെ ഇംഗ്ലീഷ് കൊടുത്താൽ പോരെ? ചോദിച്ചേട്ടാ ഒന്ന് റിയാക്ട് ചെയ്തേരെ. നമ്മളെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടല്ലോ. അല്ല, അത് പറയില്ല, ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. നമ്മളത് ബ്ലെസ്സിങ് സ്പീച്ച് എന്നാണോ വരുന്നത്? ചേട്ടാ അനുഗ്രഹ പ്രഭാഷണത്തിലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബ്ലെസ്സിങ് സ്പീച്ച് എന്നാണോ വരുന്നത്? അതോ ബ്ലെസ്സിങ്സ് എന്ന് മാത്രം വെച്ചാൽ മതിയോ? ചേട്ടാ എന്താ കൊടുക്കണ്ട അവിടെ? പറഞ്ഞോട്ടെ. അല്ല, പ്രഭാഷണം എന്നുള്ളത് ഒരു സാൻസ്ക്രിറ്റ് വാക്കാണ്. എന്ത് വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അവിടെ. അല്ല, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പേടി ഇറക്കണം ചെയ്താൽ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് ചോദിക്കുന്നത്? ബ്ലെസ്സിങ്സ് എന്ന് കൊടുത്താൽ മതിയോ? മതി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സാധാരണ ബ്ലെസ്സിങ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെഷ്യൽ അഡ്രസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അല്ലാതെ ബ്ലെസ്സിങ് സ്പീച്ച് എന്ന് നമ്മൾ പറയാറില്ല. സ്പെഷ്യൽ അഡ്രസ് അല്ലാതെ ബ്ലെസ്സിങ്സ് എന്ന് പറയത്തില്ല. അല്ല, ബ്ലെസ്സിങ്സ് മാത്രം. ആദ്യമേ പറഞ്ഞ എന്തായിരുന്നു? ഒരു പേരെന്ന് പറഞ്ഞ സ്പെഷ്യൽ അഡ്രസ് കൊടുക്കാറുണ്ട്. സ്പെഷ്യൽ അഡ്രസ് നമ്മുടെ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ കൂടാണ്. അപ്പൊ സ്പെഷ്യൽ അഡ്രസ്സിംഗ് സ്പെഷ്യൽ അഡ്രസ് കൊടുക്കാം നമുക്ക്. അത് നമ്മൾ മലയാളത്തിൽ കൊടുക്കുമ്പോ സന്ദേശം, മുഖ്യ സന്ദേശം. ശശികുമാർജി, നമ്മള് മലയാളത്തില് ഫ്രണ്ട് പേജ് മാത്രമേ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഇടുന്നതും ചിലർക്ക് അയച്ചു കൊടുക്കുന്നതും മാത്രമേ മലയാളത്തിലുള്ളൂ. മെസ്സേജ് ആയിട്ട്, ടൈപ്പ് ചെയ്ത മെസ്സേജ് ആയിട്ട്. നമ്മൾ പ്രിന്റിങ് ഡോക്യുമെന്റ്സിനകത്ത് മലയാളത്തിലുള്ള വരുന്നില്ല. അതിന്റെ ഫ്രണ്ട് പേജ് മാത്രം കുറച്ചെടുക്കും, ആവശ്യത്തിന് ഇവിടെ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഗ്രൂപ്പിൽ ഇടുന്ന അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് പേജ് മലയാളത്തിൽ പോകും. ബാക്കിയെല്ലാം പ്രിന്റിങ് മെറ്റീരിയലും കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ആധികാരികത വരുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഇത് മലയാളം കൂട്ടിച്ചേർക്കണോ? ഇംഗ്ലീഷ് മാത്രം പോരെ? ഇംഗ്ലീഷ് അത് മലയാള സമൂഹത്തിലല്ലേ നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്? അല്ല, ക്യാമ്പയിൻ മലയാള സമൂഹമാണല്ലോ. ഇപ്പം ഇതിനകത്ത് വെങ്കട്ടരമണി സാർ വരുന്നു, അതുപോലെ അത് കുഴപ്പമില്ല. അല്ല, അത് ഗ്രൂപ്പിലിടാൻ ഫ്രണ്ട് പേജ് മലയാളം വേണം. അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. മലയാളം നശിക്കുന്ന, മലയാളം വേണം എന്നൊക്കെ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത്ര ഒരു ഇതിലേക്ക് പോകരുത്. നമ്മൾ ആ ഒരു പോസ്റ്റർ നില അത് ഇത് ചെയ്യണം. മലയാളത്തിലൊരു ഫ്രണ്ട് പേജ് അത് അടിക്കുകയും നമ്മൾ അയച്ചു കൊടുക്കുകയും. അപ്പൊ അത് കാണുമ്പോഴാണ് മലയാളക്ക് അത്ര ഒരു ഇൻസ്പിറേഷൻ വരുന്നത്. അപ്പൊ നമുക്കത് അങ്ങനെ ആക്കാം. ആ ഒരു പ്രഭാഷണം എന്താ ചോദിച്ചേട്ടാ? റിയാക്ട് ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരിക്കല്ലോ. ഡോക്ടർ ടി.പി. ശശികുമാറിന്റെ അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാം. ബാക്കിയുള്ള നമ്മുടെ മത നേതാക്കന്മാർ വരുന്നവർക്ക് നമ്മൾ ഇനി മുതലുള്ളതിന് ബ്ലെസ്സിങ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ശശികുമാർ സാറിന്റെ നമുക്ക് അങ്ങനെ കൊടുക്കാം. ശശികുമാർ സാർ അങ്ങനെ പറഞ്ഞല്ലോ, മതിയല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ അത് അടുത്ത എഴുതിക്കോ. ആചാര്യ ബ്ലെസ്സിങ്സ്. അതെ അതെ, ആചാര്യ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താണ് ചേട്ടാ? ജെയിൻ സമാജത്തിന്റെ സുശീൽ മുനി. സുശീൽ അല്ലേ? ആചാര്യ സുശീൽ മുനി. സുശീൽ മുനി.
തോന്നുന്നു ഇതൊക്കെ ഡൽഹി. വിനോദ് ആ സീക്വൻസ് മാത്രം പറഞ്ഞു വിട്ടിട്ട് ഈ പേരും ആ ഒരു ഇതൊക്കെ കറക്റ്റ് ഓൺലൈൻ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യാ നല്ലത്. ഓക്കെ, അതല്ലാതെ അതിന് സമയം കളയുന്നതിൽ അർത്ഥമില്ല ഈ ഒരു മീറ്റിംഗിൽ. അതാ ഞാൻ പറഞ്ഞത്, പറ്റുന്നതൊക്കെ റൈറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് എഡിറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ഇതിന് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആ എഴുതിയത് തെറ്റി, പറഞ്ഞത് തെറ്റി എന്നൊക്കെ പറയും. പിന്നെ ഒരു ഡ്രാഫ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് അതെവിടെ എഡിറ്റ് ചെയ്യല്ലേ നല്ലത്. അതിന് വേണ്ടിട്ട് എന്തിനാ ഈ സമയം കളയണം നമ്മള്? ഒരു കാര്യം ചെയ്താൽ മതി, രവിചേട്ടൻ അത് ഇംഗ്ലീഷില് ഒന്ന് തയ്യാറാക്കിയിട്ട് അത് ഗ്രൂപ്പിലിടുക. ശശിൻ സാർ അത് ചെയ്താക്കിയെടുക്കും. അതിനകത്ത് അപ്പൊ ഞാനത് പെട്ടെന്ന് വായിച്ചേക്കാം. അതിനകത്ത് KGKL ഐസക് മാലേക്കർ, ജൂത സമൂഹം ഡൽഹി, നീലാക്ഷി ഷീല, അതുപോലെ സ്വാമി അമൃതാനന്ദ മേഡം, അതിന്റെ വിജയ അമൃതാനന്ദ ഗുരു, ഇല്ല അങ്ങനല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ വാൽമീകി സമാജത്തിന്റെ പേർത്തില്ല, അത് ആ പോസ്റ്ററിനകത്തോണ്ട് ഞാൻ ചേട്ടനെ അയച്ചു തന്നായിരുന്നു. വാൽമീകി സമുദായത്തിന്റെ ഞാൻ അയച്ചൊരു ഓക്കെ. നമുക്കിത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീറ്റിംഗിൽ തന്നെ കറക്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളുടെ മൊത്തത്തിലേക്ക് അച്ഛല് പറഞ്ഞിട്ട് നമുക്കിരുന്ന് ക്ലിയർ ചെയ്യാം. അതില് ഓൺ ദ സ്റ്റേജ് ലേഡീസ് ആ ഒരു ലേഡി മാത്രമേ ഉള്ളൂ, ബഹായി. സംസാരിക്കാൻ എനിക്ക് വേണം. ആരെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ വേണ്ടി വരും, അതായിരിക്കും നല്ലത്. അധ്യക്ഷ ലേഡിയാണോ? ഓക്കെ. പിന്നെ ഇതിനകത്ത് സംസാരിക്കാൻ വരുന്നത് ആശംസാ പ്രസംഗം. ഇടയ്ക്ക് ഇതിന് തൊട്ട് മുമ്പ് ഗുരുദേവന്റെ കൃതിയുടെ ഒരു ആലാപനം ഉണ്ടാവും, 1-2 പേര്. അത് കഴിഞ്ഞിട്ട് ആശംസാ പ്രസംഗമാണ്. അത് ആദ്യമേ ബാബു പണിക്കർ NSS വൈസ് പ്രസിഡന്റ്, ഡോക്ടർ വിനീത് ഭട്ട്, ശ്യാമള സോമൻ, അങ്ങനെ ഒരു 3-4 പേര് കാണും. അത് കഴിഞ്ഞിട്ട് ഒരു ആദരവുണ്ട്. വിശിഷ്ടമായി ഇത്തരം ധർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള DMAയുടെ ചന്ദ്രൻ ചേട്ടൻ, CJR നായർ, കണ്ണൻ ആചാരി, TP പീതാംബരൻ അയ്യപ്പൻ, പിന്നെ ആശംസക്കകത്ത് നമ്മുടെ ജയദേവൻ സാറിന്റെ പേര് ചേർത്തിട്ടുണ്ട്. അത് വേറെ എന്തെങ്കിലത്തിലൊക്കെ മാറ്റണോ ജയദേവൻ സാർ? അല്ല, അത് വേണ്ട. കാരണം എന്താ അറിയോ, നമ്മള് മറ്റു പ്രോഗ്രാമിലുണ്ടല്ലോ. പിന്നെ തന്നെ അല്ലെ, കേന്ദ്രയില് മാഡം ഉണ്ടല്ലോ, പ്രസിഡന്റ് മാഡം ഉണ്ടല്ലോ. ഒരു ഓർഗനൈസേഷനും 2-3 പേരുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ്. നമുക്ക് ഇതിന്റെ ഈ കാര്യങ്ങൾ ഞങ്ങൾ മീറ്റിംഗിൽ പിന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്തോളാം. മോഡറേറ്റർ ആയിട്ട് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, ഒരു നിമിഷം വിനോജി, നമ്മള് ഡോക്ടർ ഷൈനി മുരളീധരനെ ആദരിക്കുന്ന കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു. അവർ വരാൻ കൺഫർമേഷൻ നാളത്തെ കിട്ടും. ഡോക്ടർ ഷൈനി മുരളീധരൻ അവരാണ്. ഷീ വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഗെറ്റിംഗ് ദി ബോംബെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഫോർ SNGC. മോഡറേറ്റർ അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇത് 2 പേര് പറഞ്ഞ ആരുടെയൊക്കെ അറിഞ്ഞേട്ടാ? രവിചേട്ടൻ മൂട്ട് ചെയ്തിരിക്കുക. റാമു മോനും ഉണ്ട് ആ ടീമില്. അല്ല, ഒരു മിനിറ്റ്. റാവുമോനെ ഇപ്പം വെക്കണ്ട, കാരണം പാർലമെന്റ് സെഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മോഡറേറ്ററുടെ ആ ടീമിലേക്ക് ജയദേവൻ സാറിനെ കൂടെ ഇടാം. ആധികാരമായിട്ട് ഇരിക്കേണ്ട ഒരു പോസ്റ്റാണത്. എന്താ അല്ല, നമ്മള് നേരത്തെ ഉദ്ദേശിച്ചിരുന്ന കേണലല്ലായിരുന്നു. ഒന്ന് കേണലിനെയും പിന്നെ രണ്ടാമത് ഗിരീഷിനല്ലായിരുന്നു, അഡ്വക്കേറ്റ് ഗിരീഷിനല്ലായിരുന്നോ? ഗിരീഷ് കുമാറുണ്ട്, അരുൺകുമാറുണ്ട്. അരുൺ മീറ്റിംഗിൽ അവൈലബിൾ അല്ലേ? അരുൺകുമാർ ഞാൻ അവൈലബിൾ ആണ്. ഞാൻ പുറത്തായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് കേട്ടാ. ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്, സോറി കേട്ടാ.
ശരി, ആയിക്കോട്ടെ. ഓക്കെ, ഓഫ് ചെയ്തേരാം. അത് മൂട്ട് ചെയ്തേരാം, സൗണ്ട് മൂട്ട് ചെയ്തേരാം. ഓക്കെ. പിന്നെ ഈ പ്രാർത്ഥനയുടെ ചുമതല സതീഷ് സുനിൽ, താമസത്തിന്റെ കാര്യം ബിനു വയസ്, ഭക്ഷണം നരസിംഹൻ ചേട്ടൻ. നരസിംഹൻ ചേട്ടൻ ആപേളാണല്ലോ, നരസിംഹറാവു ചേട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. നരസിംഹൻ ചേട്ടൻ മീറ്റിംഗിലില്ല. അദ്ദേഹം ഇല്ല അവിടെ, കാണാനില്ല. ജോയിൻ ചെയ്തായിരുന്നു, ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. അദ്ദേഹത്തിനാണ് ഫുഡിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് വീട്ടിലെ മീറ്റിംഗ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം വീട്ടിൽ വരും. അതിന്റെ കാര്യങ്ങൾ ഞാൻ വൈകിട്ടത്തെ നാളത്തെ മീറ്റിംഗിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഗതാഗതത്തിന്റെ ചുമതലയും കൂടെ നമ്മൾ കേണൽ നമ്പ്യാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ ആ കാര്യത്തിൽ ഞാൻ ചേർക്കാഞ്ഞത്. ആൾക്കാർ വരുന്നതും അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകൾ. പിന്നെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ബിജോ, സരിത രവി, ദിനേഷ്. അപ്പൊ ബിജോയ്ക്കായിരിക്കും അതിന്റെ ഇൻചാർജ്, ബിജോയുടെ ടീമായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ ധനകാര്യം, അതിന്റെ നമ്മുടെ ഫൈനാൻസിന്റെ കാര്യം വിശ്വംബരൻ ചേട്ടൻ, സുരേന്ദ്ര ഗോപി, വേറെ 2 പേരുടെ പേരുകളുണ്ട്. 10 പേരോട് അവരുടെ പേരോടൊന്ന് പറഞ്ഞേരാൻ. NN ഷാജി, ഫൈനാൻസിന്റെ ചുമതല. അതെ, നമ്മള് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുമല്ലോ സ്വാഗതം പറയുമ്പോൾ. അപ്പം ആദ്യമേ നമ്മുടെ അധ്യക്ഷയ്ക്ക് സ്വാഗതം പറയുമ്പം ആദരിക്കുന്നത് നമ്മുടെ സതീഷ് സുനിലാണ്. വെങ്കട്ടരമണി സാറിന് വിശ്വംബരൻ ചേട്ടൻ, വിശ്വംബരൻ ചേട്ടൻ അവൈലബിൾ ആണോ മീറ്റിംഗിൽ? ഉണ്ടല്ലോ ഇപ്പൊ കേറിയിരുന്നു. അത് നമുക്ക് പറയാം സാർ, അത് നമുക്ക് പറയാം. ഓക്കെ. വിശ്വംബരൻ ചേട്ടാ ഒരു ഇത് പറഞ്ഞേരെ, രേസ് പറഞ്ഞേരെ. എന്താണെന്നറിയാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാരെ തീരുമാനം കേട്ട് അതൊന്ന് റിപ്ലൈ ചെയ്യണം. അതല്ല പിന്നീട് അറിഞ്ഞില്ല കേട്ടില്ല എന്നുള്ള സംഗതി വരും. പിന്നെ സാമിതിക്ക് ഡോക്ടർ NG മേനോൻ. പിന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളുടെ ഒക്കെ ലിസ്റ്റ് നമുക്കൊരു 4-5 ദിവസം കൊണ്ട് തയ്യാറാക്കാം. ഈ ഇതിന്റെ പോസിബിലിറ്റി അനുസരിച്ച് ആ ലിസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റും. പിന്നെ മൊമന്റോ കൊടുത്ത് ആദരിക്കുന്നവരുടെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ചന്ദ്രൻ, അങ്ങനെ CJR നായർ, ഒരു 5 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രോഗ്രാം പ്രാർത്ഥന അവതരിപ്പിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലുന്ന മുതിർന്ന ആൾക്കാർ, ഇവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് അതിന്റെ മെയിൻ ഗേറ്റിൽ നിന്ന് വാദ്യമേളത്തിന്റെ താലപ്പൊലിയുടെ ആകുമ്പോഴോട് കൂടി വിശിഷ്ടാതിഥികളെല്ലാം ഒരു 150 മീറ്റർ കഷ്ടിച്ച് കാണും ഈ പ്രോഗ്രാം ഹാളിനകത്തേക്ക്. തൊട്ടപ്പുറം ഇപ്പുറം ഒരു പൂന്തോട്ടമൊക്കെയാണ്. അതിന്റെ നടുവിലൂടെ നമ്മൾ ഹാളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നു. 4:30 കൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് വരുന്ന സമയത്ത് തന്നെ ചായയും എന്തെങ്കിലും ഒരു ചെറിയ ബിസ്ക്കറ്റ് അവിടെ കഴിക്കാൻ അവൈലബിൾ ആയിരിക്കും. രജിസ്ട്രേഷനും ആ സമയത്ത് ഉണ്ടാവും. അവർക്കൊരു ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വെച്ചിട്ട് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. അതും കംപ്ലീറ്റ് പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരും നമ്മുടെ പ്രതിനിധികളായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ മീറ്റിൽ നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഇതിനകത്ത് വരാത്ത സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. വിനോദ്, ഇപ്പൊ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റുഡൻസിന്റെ ഒരു പ്രോഗ്രാം. ആ വെന്യൂ രാവിലെ അവൈലബിൾ ആണെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ട് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പുറത്തുള്ള കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടോ എന്നുള്ളത്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരാ നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ സെലക്റ്റഡ് 2-3 പേർക്ക് ഓൺ ദ സ്റ്റേജ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ പ്രീ സെലക്ഷൻ ആ ഹാള് രാവിലെ അവൈലബിൾ ആണെങ്കിൽ കാണാൻ നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ നടത്താം. അങ്ങനെയാണെങ്കിൽ യൂത്തിലേക്ക് ഇതെത്താൻ പറ്റുള്ളൂ. ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ്, റിലീജിയസ് സ്റ്റഡി ഡിപ്പാർട്ട്മെന്റ്, അത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പല കോളേജുകളിലും സ്കൂളിലൊക്കെ ഈ സർക്കുലേഴ്സ് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിന്
ചേട്ടന് എന്തൊക്കെയാണ് മറ്റ് സഹായങ്ങൾ വേണ്ടത്? ഒന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ സ്ലോട്ട് ചിലപ്പം ഓൺ ദ സ്റ്റേജ് ഇപ്പം 3 പേര് സംസാരിക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് അതിന് പോകും. അല്ലെങ്കിൽ അവരെ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ആദ്യം 2 മിനിറ്റുള്ള വീഡിയോ അവര് നമുക്ക് അയച്ചു തരും. അത് അയച്ചു തന്ന് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളവരെ ഒരു ഹാഫ് ഡേയിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ്. അവരുടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് വി വിൽ സെലക്ട് ദ ബെസ്റ്റ്. അതിപ്പം ഏതെങ്കിലും ടിബറ്റെന്നോ അല്ലെങ്കിൽ നേപ്പാളെന്നോ അഫ്ഗാനിസ്ഥാനെന്നോ പാകിസ്ഥാനെന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ആ രാജ്യത്തുള്ളവർക്കായിരിക്കും നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുക. അപ്പൊ അല്ല, 4 മണി മുതൽ തന്നെ മതി. ഒരു ഹാഫ് ആൻ അവർ സ്ലോട്ടിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. അല്ല വിനോദ്, ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് രാവിലെ കൊടുക്കണ്ടേ? കോമ്പറ്റീഷൻ രാവിലെ ചെയ്യും. അത് ഈ വെന്യൂ ഓൾറെഡി ബുക്ക്ഡ് അല്ല, ഫുൾ ഡേക്ക് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ വെച്ച് നടത്തിയിട്ട് അവിടെ കൊണ്ടുവന്നാലും മതി. അത് ചെയ്തോളാം. പക്ഷെ അത് അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നല്ലൊരു സജഷനാണ് ഹഷിമാർജി പറഞ്ഞത്. നമ്മളവിടെ ഇത് അറിയാത്തത് കൊണ്ട് ബുക്ക് ചെയ്ത ആ സമയത്ത് എഴുതി കൊടുത്തേക്കുന്ന 4 മണി മുതൽ ഇറ്റ്സ് ഓക്കെ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടത്താം. കാരണം ഇത് 4 മണിക്ക് എത്തിയാൽ മതിയല്ലോ. ഉച്ചക്ക് മുമ്പ് അവരുമായിട്ട് നാളെ സംസാരിക്കുമ്പോ ചിലപ്പോ അത് പറ്റുമായിരിക്കും. അല്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ദേശബന്ധു കോളേജ്, ജാനകി ദേവി മെമ്മോറിയൽ കോളേജ്, ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് വെനു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവിടെ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചേട്ടനെ ഈ കാര്യത്തിന് സഹായിക്കാനായിട്ട് ആരെങ്കിലും വേണ്ടി വരുമോ? അവരെല്ലാം കോളേജ് ടീച്ചേഴ്സ് ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ അതില് ഈ മൊമെന്റോ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ ഇവിടേക്ക് ക്ഷണിച്ചാൽ മതി. അതെ, മൊമെന്റോ. പിന്നെ അവർക്ക് ആ ഒരു സ്പീച്ച് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചിട്ട് ഈ ബാക്കിയുള്ള റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ അവരുടെ റിലീജിയനാ പറയാം. അതിൽ പെടാത്ത കുട്ടികൾ ശ്രീനാരായണ ഗുരുവിന്റെ വിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു അട്രാക്ഷൻ ആയിരിക്കുമല്ലോ. അത് യൂത്ത് ആയിട്ടുള്ള മലയാളികളല്ലാത്ത ഡൽഹിയിലുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള അല്ലെങ്കിൽ ടിബറ്റിലുള്ള ഏതെങ്കിലും ഒരു കുട്ടികളെ കിട്ടാന്ന് വിചാരിക്കും. അതാണ് എൻ്റെ എയിം. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമുള്ള ഒരു 3-4 കുട്ടികളെ കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഇന്റർഫെയ്ത്ത് ബിലീഫിനെ കുറിച്ചുള്ളൊരു അത് പഠിച്ചിട്ട് അവർ പറഞ്ഞോളും. കാരണം അത് അവര് ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അവരെന്തായാലും പഠിച്ച് പറഞ്ഞോളുമല്ലോ. അപ്പൊ അതിൽ റിഫൈൻ ചെയ്തിട്ട് ബെസ്റ്റ് എടുക്കുമ്പോൾ അവർക്കൊരു പ്രൈസ് കൊടുക്കുക, അവർക്കൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അവരെ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്ന് ഡിസ്കസ് ചെയ്തു. അവരോട് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവർക്ക് എത്ര പേർക്ക് പാർട്ടിസിപ്പേഷനുള്ള എല്ലാവർക്കും കൊടുക്കണോ? സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അത് ഡിജിറ്റലി ഞാൻ അയച്ചു കൊടുത്താലും മതി. പ്രിന്റഡ് ആയിട്ട് ചിലപ്പോൾ ഓൺ ദ സ്റ്റേജ് കൊടുക്കുന്നത് ഈ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു 3-4 പേരുണ്ടെങ്കിൽ 4 രാജ്യത്തുണ്ടെങ്കിൽ 4 രാജ്യം. അത് നമ്മൾ അറിയും. 2-3 ദിവസം കൊണ്ട് അറിയണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് അറിയും. അതൊക്കെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. അവർക്ക് ഒരു സ്ലോട്ട് ഹാഫ് ആൻ അവർ വേണ്ടി വരും എന്നർത്ഥം. അവരുടെ സ്പീച്ച് ഓൺ ദ സ്റ്റേജ് ആണ് അട്രാക്ഷൻ. ഇതിനകത്ത് നമുക്ക് അതിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഒരു അവസരം കൊടുക്കാം. യൂത്ത് പാർലമെന്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടാ മതി. നമുക്കൊരു അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കാം. എന്താ പറയുക? അല്ല, ഇത് 8 മണി വരെ ഇല്ലേ? നമ്മൾ 4 മണി മുതൽ തുടങ്ങിയിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ശശികുമാർ സാർ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് 30 മിനിറ്റ് സ്ലോട്ട് യൂത്ത് പാർലമെന്റിന് വേണ്ടി ഡിവോട്ട് ചെയ്യണമെന്ന് തന്നെയാ പറഞ്ഞത്. അത് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവർക്കൊരു 3 പേർക്ക് അവസരം കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി കണ്ടിന്യൂ ചെയ്യാം. അതോ ലാസ്റ്റ് വെക്കണം? അത് നോക്കാം. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാമല്ലോ. കാര്യം നോട്ടീസിനകത്ത് കാണിക്കണല്ലോ ചേട്ടാ പ്രോഗ്രാം എന്താ ഇട്ടോളൂ. അത് നമ്മള് ഒന്നിച്ചോ അല്ലെ ഇടവിട്ടോ ഒക്കെ കൊടുക്കാം. അപ്പൊ നോട്ടീസിനകത്ത് അതോടെ കാണിക്കാം. യൂത്ത് പാർലമെന്റ് 7:30 to 8 നമുക്ക് നോട്ടീസിനകത്ത് അങ്ങനെ കാണിക്കാം. ബാക്കി നമുക്ക് അവിടുത്തെ സാഹചര്യം പോലെ ചെയ്യാം. അവരോട് 4 മണിക്ക് പ്രസന്റ് ആകാൻ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് മൊമെന്റേയും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കാം. ബാക്കിയെല്ലാം ചെയ്തു വെക്കാം. പിന്നെ ഇവിടെ സ്പീച്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. 1 മിനിറ്റ്. സ്പീച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സംവിധാനം ഉണ്ടാവും. കംപ്ലീറ്റ് പ്രോഗ്രാമും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനോട് എല്ലാ സംവിധാനം ഉണ്ടാവും. ഇന്റർവ്യൂവിനൊക്കെ കാര്യങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാവും. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്റെ ചാനലിലൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഇതിൽ ഞാൻ കാണുന്നത്
ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരു നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടുകയാണെങ്കിൽ അവരുടെയൊക്കെ 2 മിനിറ്റ് സ്പീച്ചാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന, അദ്ദേഹത്തിന്റെ ഇന്റർഫെയ്ത്ത് കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന കുറേ ഒരു വോളിയംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് വലിയൊരു അസറ്റ് ആയിരിക്കും, നാളെ ഭാവിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലതിനും. അതുകൂടെ നമുക്ക് മീറ്റിംഗിനകത്ത് സാക്ഷ്യം ചെയ്യാം, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? നാളെ നമ്മൾ ഫൈനലൈസ് ചെയ്യാം മീറ്റിംഗ് വിളിച്ചിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമ്മുടെ ശശിമാർജി, നമ്മുടെ പോസ്റ്ററിന്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ? നമ്മള് എന്തെങ്കിലും കൾച്ചറൽ ഐറ്റംസ് വല്ലതും ഉണ്ടോ? കൾച്ചർ ഇതിനകത്ത് നമുക്ക് ആ സ്റ്റേജിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഡാൻസോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഗുരുദേവന്റെ കൃതിയുടെ ദൃശ്യാവിഷ്കാരം അത് അവിടെ ഇത് സ്റ്റുഡിയോ ആണ് ഈ സംഭവം. സീറ്റെല്ലാം ഫിക്സ്ഡ് ആണ്. സ്റ്റേജിനെ നമുക്ക് അവിടെയുള്ള ഈ ഫർണിച്ചറിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പാട്ടോ അല്ല വയലിനോ അങ്ങനെയൊക്കെ ഉള്ള ഓടക്കുഴൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റത്തുള്ളൂ. മറ്റ് വിഷ്വൽ സംഗതികൾക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ എടുത്ത് വെച്ചുകൊണ്ട് ഗുരുദേവന്റെ എന്തെങ്കിലും ഡോക്യുമെന്ററികളോ കാര്യങ്ങളോ ഇതിന് മുമ്പേ, പ്രോഗ്രാമിന് മുമ്പേ വരെ നമുക്ക് കാണിക്കാം, ആലോചിക്കാം. ഗാനങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിക്കാവുന്നതാണ്. അത് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് അത് ഷെഡ്യൂൾ ചെയ്യാം. അതിന്റെ സാങ്കേതികത്വം അതിന്റെ അവൈലബിലിറ്റി അന്വേഷിക്കും. ഓക്കെ, അതിനോടുള്ള ഒരു സ്പേസ് നമ്മുടെ നാളത്തെ മീറ്റിംഗിൽ ഉണ്ടായി അപ്രൂവൽ എടുത്താൽ ഓക്കെ പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വിനോദ്, പ്രോഗ്രാം എൻഡ്സ് വിത്ത് നാഷണൽ ആന്തം അല്ലേ? അതെ, ആന്തത്തോടു കൂടിയാണല്ലോ അവസാനിക്കുന്നത്. അത് വെക്കണം, മറക്കാതെ. അത് നമ്മള് റെക്കോർഡ് ചെയ്ത് വെച്ചാ പോരെ. നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. തെറ്റ് വന്നാൽ ഉള്ള ഇതുകൊണ്ടാണ് പറഞ്ഞത്. റെക്കോർഡ് മതിയോ? നല്ല ഇത് ചാനലൊക്കെ എടുക്കുന്ന കറക്റ്റായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമാപനം രണ്ടും കൂടി ആവാം. അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? നമുക്കെല്ലാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഞാൻ ഭയത്തിന്റെ വിഷയമല്ല ടീച്ചറെ പറഞ്ഞ, പ്രാക്ടിക്കൽ ആയ കാര്യം, റെക്കോർഡിംഗ് കാര്യം. നമ്മുടെ രണ്ടും കൂടി ആവാലോ, റെക്കോർഡും ആവാം, രണ്ടും കൂടി ആവാം. എല്ലാരും ചൊല്ലും ആ സമയത്ത്. ചിലപ്പോ ഇത് ലൈവ് ടെലികാസ്റ്റ് കാണും. ഒരു മിസ്റ്റേക്ക് ആയിട്ട് പോകാതെ അവർ റെക്കോർഡ് വെച്ചിട്ട് കുട്ടികളോട് ചൊല്ലിയാൽ മതി. ഓക്കെ, ശശിമാർജി പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ പോസ്റ്ററിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറയണം. നമ്മളത് ഇന്നത് രാത്രിയായിട്ട് നാളത്തെ മീറ്റിംഗ് അത് ഫൈനലായിട്ട് വരും. നമ്മൾ 1-2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റർ പാഡിന്റെ ഒരു ഫൈനൽ ഇന്ന് നാളെ രാവിലെ റെഡിയാകും. ഞാൻ എല്ലാവർക്കും അത് പേഴ്സണലി അത് ഈ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, അത് ഫൈനൽ എന്ന് പറയുമ്പോൾ മാത്രമേ അത് നമ്മൾ ഷെയർ ചെയ്യാവുള്ളൂ. നമ്മുടെ ആ കമ്മിറ്റി ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും കറപ്ഷൻ ഒരാൾക്ക് കാണാത്ത മറ്റൊരാൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അത് ഇടുന്നത്. നേരെ ഷെയർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ശ്രദ്ധപ്പെടുത്താനുണ്ടോ നാളത്തെ മീറ്റിംഗിനകത്ത്? ഇതിന്റെ ലോഗോ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഇതിന്റെ പ്രോഗ്രാം ഒരു ലോഗോ ആയിട്ട് നമ്മളൊന്നും തയ്യാറാക്കിയിട്ടില്ല. ആക്ച്വലി അത് വേണ്ടല്ലോ, നമ്മളൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു ലോഗോ, അതിൻ്റെതായ ഒരു ലോഗോ സ്പെഷ്യൽ വേണ്ടല്ലേ ഒന്നത്. രണ്ടാമത്തെ, ഞാൻ ഈ യൂത്ത് പാർലമെന്റിന് എന്തുകൊണ്ട് 45 മിനിറ്റ് എങ്കിലും കൊടുത്തുകൂടെ? 5 പേര് 8 മിനിറ്റ് വീതം സംസാരിക്കേണ്ട അത് വലിയൊരു, ശശാർ പറഞ്ഞ പോലെ വളരെ ഉഗ്രമായ ഒരു വേൾഡ് വൈഡ് പ്രോഗ്രാം ആയിട്ട് മാറും. അതിന് ഇച്ചിരി ടൈം നീട്ടി 45 മിനിറ്റ്സ് ആക്കി 5 പേരെ കൊണ്ട് 8 മിനിറ്റ് വീതം സംസാരിപ്പിക്കുന്ന ഒരു നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, ഒരു കാരണവശാലും മാക്സിമം 8:30 അപ്പുറത്തേക്ക് പോകരുത്. നമ്മുടെ ഈ പ്രോഗ്രാം 4 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തിനാ 4:30 വരെ ആക്കണേ? അല്ല, 4 മണി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഇച്ചിരി താമസിക്കാം ആരെങ്കിലും വരാൻ. കാരണം ഈ ഡ്യൂട്ടിയുടെ അറേഞ്ച്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനത് സമയം പറഞ്ഞത്. അല്ല, 4 മണി ഞാൻ പറയുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് 4 മണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് തുടങ്ങുക. അതവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തുടങ്ങായി. പിന്നെ 4:30 വരെ ഈ ഗസ്റ്റ് വന്നിട്ട് വെറുതെ ഇരുത്തിയിട്ട് സമയം കളയുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാവുക. ഷുഡ് കം ആൻഡ് ദെൻ സ്റ്റാർട്ട്. സാർ, ഈ ഗസ്റ്റിനെ നമ്മൾ ഗേറ്റിലേക്ക് വീണ്ടും കൊണ്ടുപോയി അവരെ വീട്ടിൽ വരുന്ന അകത്ത് വരുന്ന ആളുകളെ നമ്മൾ ഗേറ്റിലേക്ക് കൊണ്ടുപോയി നാദസ്വരവും താലപ്പൊലിയും ചെണ്ടമേളവും കൂട്ടി അവരെ കൂടി ആ ഒരു ഫംഗ്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നേ. നമുക്ക് അതിൽ വേണം. അപ്പൊ അവരെ കൂടെ കൊണ്ടുവന്നിട്ട് അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയമാണ് ഈ ഹാഫ് ആൻ അവറിന്റെ ഡ്യൂറേഷൻ നമ്മൾ എടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്, മനസ്സിലായി.
അങ്ങനൊന്നും ഉണ്ട് സാർ, അങ്ങനൊന്നും ഉണ്ട്. അതുപോലെ ഈ ഗേറ്റിൽ തന്നെ ഇവരെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഇല്ല സാഹചര്യം സാർ, അത് ചെയ്യാൻ പാടില്ല സാർ, അത് ചെയ്യാൻ പാടില്ല സാർ, അത് ചെയ്യാൻ പാടില്ല സാർ. അവരകത്ത് വന്നോട്ടെ, എല്ലാത്തിനും നമ്മളങ്ങനെ ചെയ്യുന്നത് ഉണ്ടാകാൻ നടക്കില്ല. അല്ലാതെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് ചെയ്യാം. ഉണ്ട് സാർ, ഉണ്ട്. ഇല്ല, നമ്മൾ ഈ പലരും പല സമയത്തായിരിക്കും വരുന്നത്. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ഡിഫറൻസിൽ പോലും ആരെങ്കിലും വരാനുണ്ടെങ്കിൽ നമ്മൾ അവരെ വെയിലത്ത് നിർത്തരുത്. ആദ്യം വന്ന ആളുകളെ അകത്തിരുന്നോട്ടെ, നമുക്ക് അവരെ സ്നേഹപൂർവ്വം നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അവരെ അകത്തോട്ട് കൊണ്ടുവരാം. എല്ലാ ഫംഗ്ഷനും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഈ രജിസ്ട്രേഷൻ ഒരു ടൈം എടുക്കാം, അതുകൂടെ കൊണ്ടാണ് ഈ 1/2 മണിക്കൂർ ഡ്യൂറേഷൻ പറഞ്ഞത്. രജിസ്ട്രേഷൻ വിനോദ്ജി വന്നവരെ ആദ്യം വന്നവരെ നമ്മൾ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. കൗണ്ടർ ഓൺ ആയിരിക്കും. രജിസ്ട്രേഷനൊക്കെ 2 മണി തൊട്ടേ ആരംഭിക്കാം. പിന്നെ അതെ ശശിയപ്പ സാറേ, ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഈ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ ആൾക്കാർ ഈവനിങ് ഡ്യൂട്ടിക്കാർ മോർണിംഗ് എടുത്തിട്ടാണ് നമ്മുടെ പരിപാടിക്ക് വരുന്നത്. അല്ല, ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്തു. അപ്പം ഈ ഈവനിങ്ങിന്റെ മോർണിംഗിന്റെ ഒരു ടൈം പറഞ്ഞാൽ മോർണിംഗുകാർക്ക് നമ്മുടെ പരിപാടിയിൽ പ്രസന്റ് ആകാൻ പറ്റും. നമ്മളെ കൂടുതലും മെഡിക്കൽ സ്റ്റാഫാണ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വരുന്നത്, നമ്മുടെ പ്രവർത്തനത്തിൽ കൂടുതലുള്ളത്. അല്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ പ്രശ്നമല്ല. അപ്പൊ ഈ അവർക്ക് സൺഡേ എന്നുള്ള ഒരു അവധി ഇല്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. വിനോദ്ജി രജിസ്ട്രേഷൻ നമ്മൾ ആ ടീം നേരത്തെ അവിടെ ചെയ്യണം, ഓക്യുപ്പൈ ചെയ്യണം. അപ്പൊ വരുന്നവരെ രജിസ്ട്രേഷൻ അകത്തോട്ട് വിടണം. ഹോള് ഈ VIP നമ്മള് സ്വീകരിച്ച് അറിയിച്ച് വരുമ്പോ ഹോള് ഫില്ലായിരിക്കണം. അതെ, നമുക്കൊരു 3 മണിയോട് കൂടി നമ്മുടെ ആൾക്കാരെ അവിടെ ഇതാക്കിയെടുക്കാം, ഒരു ക്ലൗഡ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തില് ഒരു മറ്റ് ഇന്ററാക്ഷനും നമ്മുടെ ലീഡർഷിപ്പായിട്ട് വരുന്നവരായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. വിനോദ്, രജിസ്ട്രേഷൻ ഒക്കെ സിമ്പിൾ പരിപാടി എന്താ വെച്ചാല് എല്ലാവരുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മുടെ ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡ് അവിടെ എവിടെയും വെച്ചാൽ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആയി. ടെലിഫോൺ നമ്പറാണ് രജിസ്ട്രേഷൻ. അത് സ്കാൻ ചെയ്യാം, കൊടുക്കാം. ഇനി അഥവാ ആർക്കെങ്കിലും അവരുടെ നമ്പർ ഇല്ലെങ്കിൽ മാത്രം ആ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ അയാളുടെ പേരും ടെലിഫോൺ നമ്പറും അടിച്ചങ്ങോട്ട് കയറ്റാം ബസ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സാർ സ്കാനിങ് മാത്രമല്ല സാർ, അവിടെ ചെറിയ പ്രോസസ് ഉണ്ട്. നമ്മൾ അവർക്ക് ബാഡ്ജ് കൊടുക്കും സാർ. നമ്മൾ പ്രീ പ്രിന്റഡ് ബാഡ്ജ് ആണെന്നോ നമ്മൾ നോക്കുന്നുണ്ട്. പ്രീ പ്രിന്റഡ് ബാഡ്ജ് ആകുമ്പോൾ നോക്കിയെടുക്കാനുള്ള ഒരു സ്വല്പം 1 മിനിറ്റ് എടുക്കും. നമ്മൾ ആൽഫബറ്റിക്കലാണോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ആ ഒരു ബാഡ്ജ് കൊടുക്കേണ്ട ഒരു പ്രോസസ് അവിടെ ഉണ്ട്. ഏറ്റവും നല്ലത് ഫ്രീ ആയിട്ടുള്ളത് കൊടുത്തിട്ട് അവരോട് അവരവരുടെ പേരെഴുതാൻ പറയാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. അങ്ങനെ അപ്പൊ പിന്നെ ചടപടയെന്നോട്ട് തീരും. ഈ ഡീറ്റെയിൽസ് എഴുതിയെടുക്കാനും ഒക്കെയുള്ള ടൈം കളയണ്ടെന്ന് പറയണേ. ഇല്ല, നമ്മൾ എഴുതുകയില്ല, നമ്മൾ അവരോട് പറയത്തേ ഉള്ളൂ. അവരുടെ പേരും ഫോൺ നമ്പറും നമ്മൾ വാങ്ങിക്കണമല്ലോ. നമ്മൾ റെക്കോർഡ് ചെയ്യണം സാർ. നമ്മൾ രജിസ്റ്റർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. അതിനാണ് ഞാൻ പറയുന്നത്, ഈ QR കോഡ് സ്കാൻ ചെയ്താൽ അവരുടെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടി. ദേ ആർ ഓൾറെഡി ദർ ഇൻ യുവർ ഗ്രൂപ്പ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് QR കോഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി യു ബിക്കം എ മെമ്പർ. നമുക്ക് പരമാവധി പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവരാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഡെവലപ്പ് ചെയ്യും പരമാവധി. ഇപ്പൊ നമുക്ക് ഇത്ര പേര് പങ്കെടുക്കുന്നുള്ളത് ഒരു കൗണ്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. തലേദിവസോ കുറച്ചു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കത് പറ്റാത്തതുകൊണ്ടാണ്. കാര്യം നമ്മളങ്ങോട്ട് പരിപാടി തുടങ്ങിയിട്ടാത്തതുകൊണ്ട്. അപ്പൊ അത് എല്ലാവരിലേക്കും സ്പ്രെഡ് ആകുമ്പോൾ എത്ര പേര് വരുമെന്നുള്ളത് നാളെ അതിന്റെ ഒരു മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്കൊരു 4-5 ദിവസത്തെ കഴിച്ച ശേഷമുള്ള മീറ്റിംഗിൽ ഈ കാര്യം കൂടെ നമുക്ക്. അതുപോലെ വിനോദ്, ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ്? You should have some idea. നമ്മള് എത്രയാണ് നമ്മൾ അന്ന് അസസ് ചെയ്തത്? ചേട്ടാ മ്യൂട്ട് ചെയ്തിരിക്കാം, സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കാം, കേൾക്കുന്നില്ല. 4 ലക്ഷം ആയിരിക്കും സാർ. ഓക്കെ, 4-4.5 ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കത്. വിനോദ്, ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മള് ഇപ്പം ശശാർ പറഞ്ഞ പ്രാക്ടിക്കലി വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളിതൊരു ചരിത്രമായിട്ട് മാറ്റേണ്ടതാണ്. അപ്പൊ ഈ റെക്കോർഡുകളൊക്കെ നമുക്ക് ഉണ്ടാവണം നാളത്തേക്ക്. തീർച്ചയായിട്ടും. ഇതിനകത്ത് വരുന്ന ആളുകളുടെ പേരും അഡ്രസ്സും അതുപോലെ ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നാളെ ഇവരെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പം. അത് ചെയ്യും സാർ. എന്റെ അഭിപ്രായം കൂടെ
പ്രസ്സിലും ഒക്കെ നമ്മളിപ്പം പത്രത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതും ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാലും അത് നമ്മുടെ സംഘടനയുടെ അഭിപ്രായം ഇത്തരം കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു ഇന്റർവ്യൂ വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാലും ഇവരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ട് ചെയ്യല്ല, കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ചെയ്യുന്ന ബോഡിയാണ്. കാര്യം ഇതൊരു സംഘടനയുടെ പ്രവർത്തകരല്ല, വിവിധ സംഘടനയുടെ പ്രവർത്തകർ. അപ്പൊ ആ വേദിയിൽ വന്ന് മറ്റ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗികരമായിട്ട് അത് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ അത്തരം ഒരു വിഞ്ഞ അനിവാര്യമാണ്. നമ്പർ പറയാന്ന് വെച്ചാൽ ചിലപ്പം ചിലർക്ക് വേറെ ചില ഉത്തരവാദിത്തം വരും, ചില വ്യക്തിയായിട്ട് സംസാരിക്കേണ്ടി വരും. പ്രസിന്റെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളുമായിട്ടൊരു കാര്യം സംസാരിച്ച് പ്രധാനപ്പെട്ട ആളെ ഇന്റർവ്യൂ എടുക്കേണ്ടി വരും. ഇങ്ങനെ ഒത്തിരി അറേഞ്ച്മെന്റ്സിന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ് ഈ റിസപ്ഷൻ ആൻഡ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ബോഡി എന്ന് പറയുന്നത്. അതാണ് ഇത്ര നമ്പർ വെച്ചേക്കുന്നത്. അതും കഴിവുള്ളവരും നല്ല ഭാഷാ ജ്ഞാനമുള്ളവരും ബുദ്ധിപരമായിട്ട് ആ സമയത്ത് ഉചിതമായി പ്രവർത്തിക്കാൻ പറ്റുന്നവരും ആയിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് അപാകതകൾ വരും. അപാകതകൾ റെക്കോർഡാവുകയും പിന്നെ പുറത്തു പോവുകയും ഈ പല കോൺഫറൻസുകൾക്കും പ്രശ്നങ്ങൾ വരുന്ന അതാണ്. നമ്മൾ ഡൽഹിയിലാണ്, ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലാണ് നമ്മൾ കൂടുന്നത്. അപ്പൊ ഒരു അപാകതയില്ലാതെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബോഡിയാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് മറ്റെല്ലാ നമ്മുടെ എല്ലാ സീനിയർ ആൾക്കാരും ഉണ്ടാവും അവർക്ക് സഹായമായിട്ട്. പക്ഷെ നമ്മള് സംഘടനാപരമായി എന്താ പറഞ്ഞ ഈ നിശ്ചയിച്ച് ഉറപ്പിച്ചേക്കുന്ന കൊടുത്തേക്കുന്ന ഡ്യൂട്ടി അവർക്കാണ്. അരുൺജി ഓക്കെ അല്ലേ ആ കാര്യത്തില്? ഗിരീഷേട്ടന് മീറ്റിംഗ് വന്നില്ല. ഓക്കെയാണ് വിനോജി. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ഇതുണ്ട്. വിശ്വംബരൻ ചേട്ടന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഒന്നും അൺമ്യൂട്ട് ചെയ്യൂ. നമസ്കാരം. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞെന്നറിയാം. നമ്മുടെ ഈ കമ്മിറ്റിക്കകത്ത് ഒരു 150 പേരോളം വരുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പൊ നോട്ടീസിലോ ലെറ്റർ പാഡിലോ മറ്റു ഡോക്യുമെന്റിലോ എല്ലാവരുടെയും പേര് വെക്കാൻ പറ്റത്തില്ല. പ്രസംഗത്തിലാണെങ്കിലും ഉത്തരവാദിത്തത്തിലാണെങ്കിലും അതിന്റെ ഒരു നമ്പറുണ്ട്, ലിമിറ്റഡ് നമ്പർ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ഒരാളിനെ മറ്റൊരു പ്രോഗ്രാം നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വിശ്വംബരൻ ചേട്ടനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി വെക്കുന്നത് നമ്മുടെ വെങ്കട്ടരാമൻ സാറിനെ ആദരിക്കാൻ വേണ്ടിയാണ്. അത് പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ടൈമിൽ ഇതാണ് താങ്കളുടെ ഡ്യൂട്ടി. ആ സമയത്ത് വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാകാതിരിക്കരുത്. പിന്നെ അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വരും. അത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന സംഭവം. അതിന്റെ ഒരു പ്രിപ്പറേഷൻ എടുക്കണം. ഓക്കെ. ഇതെന്നറിയാം, മീറ്റിങ്ങിൽ പറയുമ്പോ ഈ റിപ്പീറ്റ് ചെയ്തെന്നറിയോ, ചില കാര്യങ്ങൾക്ക് ആൾക്കാർ മൂട്ട് ചെയ്തിട്ട് വേറെ പണിക്ക് പോകും. നമ്മൾ അടുത്തൊരു കാര്യത്തിൽ വരുമ്പോൾ ഈ അവക്തമായിട്ടുള്ള സംസാരം വരും. നമ്മൾ എല്ലാ കാര്യങ്ങളും അത് പറയും. പിന്നെ നാളത്തെ മീറ്റിങ്ങിൽ നമ്മുടെ കംപ്ലീറ്റ് ഭാരവാഹികളുടെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അത് ഗ്രൂപ്പിൽ എഴുതി ഇടുകയാണ്. അത് ഗ്രൂപ്പിൽ ഇടാൻ പാകത്തിന് അത് റൈറ്റ് ചെയ്ത് വെക്കണം. കംപ്ലീറ്റ് നമ്മുടെ സംഘടനയുടെ ഓർഗനൈസേഷന്റെ സംഘാടക സമിതി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത്. നാളത്തെ കമ്മിറ്റിയിലെ ഫൈനലൈസേഷൻ ഉണ്ട്. അപ്പൊ നാളത്തെ കമ്മിറ്റിക്ക് അത് നമുക്കൊരു പ്രയർ കാണും, സ്വാഗതം കാണും. സ്വാഗതം എല്ലാവരും, ഈ മീറ്റിംഗിൽ വന്നേക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒറ്റ വാക്കിൽ മതി. സംഘടനാ മീറ്റിംഗ് ആയതുകൊണ്ട് നന്ദി പറയുമ്പോഴും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ബാക്കി വിശദാംശമില്ല. അത് റൈറ്റ് ചെയ്ത വളരെ ചുരുങ്ങിയ വാക്കിൽ. കാര്യം നമ്മുടെ അധ്യക്ഷൻ തന്നെ, നമ്മുടെ ശശികുമാർജി തന്നെ പറഞ്ഞത്, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ സജഷൻസും കാര്യങ്ങൾക്കും പറയാൻ ടൈം കിട്ടുന്നില്ല. കാര്യം നമ്മുടെ ഒരു ഡ്യൂറേഷൻ 1 hour അല്ല 1.5 hour. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം. അപ്പൊ അവർക്ക് എല്ലാവർക്കും അവരുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ ടൈം കൊടുക്കും. അതുകൊണ്ട് അധ്യക്ഷൻ സ്വാഗതം, നന്ദി, ഇത് വളരെ റെഡ്യൂസ് ചെയ്ത് ഇതൊന്നല്ല. നമ്മുടെ ഒരു കാര്യം ഓർത്തുകൊണ്ട് പറയുന്നു, നമ്മുടെ പ്രോഗ്രാം ദിവസം സ്വാഗതം പറയാൻ വിളിക്കുമ്പോൾ ആ പേരുകൾ പറഞ്ഞ് സ്വാഗതം പറഞ്ഞു പോയാൽ മതി. കാര്യം ഇവരെ വിളിക്കുന്ന ആള് അവർക്കൊരു നല്ല എക്സ്പ്ലനേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അവരെ വിളിക്കുന്നത്. വെങ്കട്ടരാമൻ സാർ. അപ്പൊ അദ്ദേഹം ആരാന്നുള്ള എക്സ്പ്ലനേഷൻ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആള് പറയും. അപ്പൊ അവിടെ സ്വാഗതം പറയുന്ന ആളിന് മറ്റാള് വീണ്ടും ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ റിപ്പീറ്റേഷൻ ആവും. വിലയേറിയ പല വ്യക്തികളുടെ സമയങ്ങൾക്ക് അവരുടെ ഐഡിയോളജി പറയാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ സംസാരങ്ങളെല്ലാം വളരെ റെഡ്യൂസ് ചെയ്തിരിക്കണം. അതൊക്കെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് കറക്റ്റ് പോകണം. ഇതിനകത്ത് കണ്ടന്റ് ആണ്. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നത് ഇതിന്റെ കണ്ടന്റ് ആണ്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ പോലും ഓക്കെ. വിനോദ്ജി, എനിക്കൊരു ചെറിയൊരു സജഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ശശികുമാർ സാറ് പറഞ്ഞതുപോലെ ഈ മറ്റുള്ള രാജ്യത്തെ കുട്ടികളെ വിളിച്ച് നമ്മളിങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ചുള്ള ഒരു സ്പീച്ച് നടത്തുമ്പം അവർക്കത് പഠിച്ചെടുത്ത്
മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാനെ കൊണ്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഈ അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ ആക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മുടെ വന്ന പല ആൾക്കാരും പോവും, ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ പോകും. കാരണം കുട്ടികളുണ്ട്, അവർ കുടുംബമായിട്ടാണ് വരുന്നത്. നമ്മളെ ഇതിന്റെ കേഡർമാരാണ്, ഇതിനു വേണ്ടി നമ്മൾ നിലച്ചിണങ്ങിയ ആൾക്കാരാണ്. പക്ഷെ ഓഡിയൻസ് ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഉണ്ട്, ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡൽഹിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതാണ് ടൈം ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പരിപാടിക്ക് വിളിച്ച ആൾക്കാർ വരത്തില്ല. നമ്മളെ പാഞ്ചജന്യം ഇത് വളരെ കൃത്യമായി കൊണ്ടുവന്നുകൊണ്ടാണ് ആൾക്കാർ നമ്മോടൊപ്പം നിൽക്കുന്നത്. അത് നമുക്ക് 1 മണിക്കൂർ മുമ്പേ ഡിസംബർ നമ്മുടെ ഈ പ്രോഗ്രാം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനമാണ്. ഈ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോവല്ല. ഇതിനൊക്കെ വിശാലമായ ഓരോ വിഷയത്തിനും കുട്ടികളുടെ തന്നെ സെപ്പറേറ്റ് പരിപാടി ഒരു ദിവസം നമ്മൾ വെക്കും യൂണിവേഴ്സിറ്റി തലത്തിൽ. ഇതെല്ലാം അതിന്റെ സാമ്പിൾസ് മാത്രമാണ്. നമ്മളൊരു മോഡലാണ് കാണിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത് ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത് നമ്മൾ അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് നാട്ടിൽ നിന്ന് ആൾക്കാരെ വരുത്തി റെക്കോർഡ് ചെയ്യുന്നത്, ഇതാക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ടൊരു സുവനീര് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് 1 വർഷത്തെ പ്രോഗ്രാം വരുന്നത്. നമ്മുടെ ഈ നോട്ടീസ് പ്രോഗ്രാമില് പ്രോഗ്രാം ഷീറ്റ് ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, ടൈം ടു ടൈം എത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാല് വി വിൽ നോ എത്ര സമയം ഉണ്ടെന്ന് അറിയാം നമുക്ക്. അതായിരിക്കും കുറച്ചും കൂടി മെച്ചം. നമ്മുടെ പ്രിപ്പറേഷനിൽ കൃത്യമായിട്ട് അത് വേണമെന്നാ പറയുന്നത്. മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോ കറക്റ്റ് 8 മണിക്ക് തീർക്കുന്ന വിധത്തിൽ 4:30 മുതൽ 3.5 hours ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വി കൻ ഗിവ്. നമ്മൾ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കി സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും സാർ. അതായിരിക്കും നല്ലത്. നമ്മളതിന്റെ ടൈം ഡ്യൂറേഷൻ ഓരോ വ്യക്തികൾക്കും നമ്മളത് നോട്ട് ചെയ്യുന്നു. ആ സജഷനും കൂടെ. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ പറയാൻ വേണ്ടി? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ പ്രോഗ്രാം ടൈമിൽ ആരും നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരും ദീർഘമായി മൊബൈലിൽ സംസാരിക്കും. കൃത്യം കാര്യങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്യണം. കാരണം ഒരാളെ മറ്റൊരു ആവശ്യത്തിന് വിളിക്കുമ്പോഴായിരിക്കും വരാൻ സ്ഥലം ചോദിക്കാനോ മറ്റെന്തെങ്കിലും എമർജൻസിക്കാർക്ക് വിളിക്കുന്ന ലോങ് ഡ്രൈവ് മൊബൈൽ ബിസി ആയിട്ടിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പ്രോഗ്രാം ഡേയില് നമ്മുടെ ഇതിന്റെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാവരും അവരുടെ മൊബൈലും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കണം. മറ്റെല്ലാം ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒരാൾ ഒരു കാര്യത്തിൽ മാത്രമല്ല മറ്റ് എല്ലാത്തിനും ഒരു മേൽനോട്ടം ഉണ്ടാകണം. അതൊരു കോർഡിനേഷൻ, കൃത്യമായ ആൾക്കാരിലേക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും കാര്യങ്ങളിൽ. അത് മാത്രമല്ല ഈ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു നോട്ട് ചെയ്ത് റിട്ടേൺ ആയിട്ട് വെക്കണം എന്താന്നുള്ളത്. അടുത്ത മീറ്റിംഗ് വരുമ്പോൾ രാത്രി ഡിന്നർ കൊടുക്കുന്നുണ്ടോ? ഭക്ഷണം ഉണ്ടോ? അത് നാളെ അതിന്റെ മെനു നാളെ നമ്മൾ നിശ്ചയിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ലെറ്റർ പാഡ് നാളെ രാവിലെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഡൽഹിയിലുള്ള ഏത് ഓർഗനൈസേഷനും നമുക്ക് കത്തയക്കാം. അത് ലെറ്റർ പാഡ് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ള ഏതൊരാൾക്കും അത് ഇൻഷ്യൽ ചെയ്ത് അയച്ചു കൊടുക്കാവുന്നതാണ്. കാര്യം എല്ലാം കൂടി നമുക്ക് ഇൻഷ്യൽ ചെയ്ത് സൈൻ ചെയ്ത് അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും അവർക്ക് ആക്സസബിൾ ആയിട്ടുള്ള വ്യക്തികളെയും സംഘടനകളെയും ക്ഷണിക്കാം. അതുകൊണ്ടാണ് ഈ ലെറ്റർ പാഡിനകത്ത് ഓൾമോസ്റ്റ് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ എല്ലാം പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിനോദ്ജി, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. വിനോദ്ജി, പ്രോഗ്രാം കോമ്പയർ ചെയ്യാനാണോ ഈ ഉദ്ദേശിച്ച ഗിരീഷ് സാറൊക്കെ? കോമ്പയറിങ്ങിന് ആള് വേണ്ടേ? അല്ലല്ല, അതിന് 10 പേര് ജയിച്ചേട്ടനുണ്ട്. ചേട്ടന്റെ ലീഡർഷിപ്പില് നമ്മുടെ ആരൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന വനിതകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീമുണ്ടാവും. സ്വാമിജിയുടെ പ്രസംഗം ആ സമയത്ത് തന്നെ ഒരാള് തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആക്കണം. പിന്നെ നമ്മള് മലയാളത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. അതിപ്പം ശശികുമാർജി നേരത്തെ പറഞ്ഞു, പക്ഷെ നമ്മൾ മീറ്റിംഗ് പറയാൻ പറ്റും. പലരും പല ഭാഷയിലുള്ളവരാണ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയിൽ ഇതെല്ലാം വരണം. എങ്കിലും അവിടെ ഇരിക്കുന്ന നമ്മുടെ മലയാളികൾ മാത്രമല്ല കേൾക്കാൻ പറ്റുന്നത്. മലയാളികളാണെങ്കിൽ അവർക്കെല്ലാം ഹിന്ദി അറിയോ ഇംഗ്ലീഷും അറിയാം, ഡൽഹിയെ സംബന്ധിച്ച്. അതുകൊണ്ട് സ്വാമിയുടെ പ്രസംഗം കഴിയുമ്പോൾ തന്നെ അതിനുള്ള ഒരു തർജ്ജമയ്ക്കുള്ള ടൈം കൂടെ കൊടുത്തുകൊണ്ട് അത് ആരാന്നുള്ളത് ഗിരീഷേട്ടനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളത് തർജ്ജമ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യവും ഒരു ചടിലം, ഒരു ടെമ്പോ വേണം. നമ്മളിങ്ങനെ തളർന്ന് പരവശനായി താഴോട്ട് പോകാതെ ഒരു വളരെ ഊർജ്ജസ്വലമായി കൃത്യമായി റൈറ്റ് ചെയ്ത് വെച്ചേക്കണം വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്. ആവശ്യമില്ലാത്ത ഡിസ്കഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് സ്ഫുടമായി പറഞ്ഞ് അവരെ വിളിക്കണം. അപ്പൊ ആ ഒരു നമ്മൾ മാർച്ച് ചെയ്ത് വരുന്ന പോലെ ഒരു നല്ല ടെമ്പോയില് ഈ പ്രോഗ്രാം നിൽക്കണം. ഒരാൾക്ക് എഴുന്നേറ്റ് പോകാനോ
ഒന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഒരു ഇത് തോന്നരുത്. അത്ര ഒരു എന്തായിട്ട് പറയുന്നത് ഊർജ്ജസ്വലമായിട്ട് ഈ കാര്യങ്ങൾ മൊത്തത്തിൽ നിൽക്കണം. കാര്യങ്ങളില്ല ഒരാളെ വിളിക്കുമ്പോൾ അന്നേരം ഒരു മുണ്ടെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറൊരു കാര്യം എടുക്കാൻ പോകുന്നു, തപ്പാൻ പോകുന്നു, പേപ്പർ എടുക്കാൻ പോകുന്നു, അങ്ങനെയൊന്നും പോകരുത്. ഇതെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ചിൽ ഈ പ്രോഗ്രാം ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഓരോരോ സംഘടനയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ളവരാണ്. അതുകൊണ്ട് ഒരു പിഴവ്, ഒരു ലാവിന്യോ, ഒരു മൈനസോ മറ്റാളിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതിന്റെ മറ്റു ചുമതലകളെ നേരിപ്പിക്കരുത്. ഇതിന് എന്താ പറഞ്ഞ ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് ഈ കാര്യം അന്നത്തെ ദിവസം കൈകാര്യം ചെയ്ത് എനിക്ക് പറ്റണം. കാരണം ഒന്നാമത് എനിക്ക് സുഖമില്ലാതെ വന്നു, ഇതെനിക്ക് തീരെ വയ്യ, വെയിറ്റ് ചെയ്യാൻ ഇത് 6-7 കിലോ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ശാരീരികമായ പല പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യല്. എന്താണെന്ന് ചോദിച്ചു പറയല്. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ എല്ലാ അസോസിയേഷനും ഇനി അങ്ങോട്ടുള്ള മീറ്റിംഗിൽ അവിടെ എല്ലാം പ്രസൻസും ഉണ്ടാകും. അവരുടെ ഡ്യൂട്ടി അവർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം കാര്യങ്ങളിൽ. ആറാറായിട്ടും വന്ന് എന്നോട് ചോദിക്കല് വിനോദം ആരൊക്കെയാണ് പരിപാടി എന്നുള്ളത്. കാര്യം പ്രോഗ്രാം കംപ്ലീറ്റ് ആയതിനു ശേഷം ശശി സാർ മലയാളത്തിലും ചേട്ടൻ അത് ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, അഡീഷണൽ വന്നേക്കുന്ന മറ്റു കാര്യങ്ങൾ അത് റിസപ്ഷൻ വഴി അറിയിക്കുകയും ചെയ്യണം. പിന്നെ ഇതിന്റെ ഓരോ കോപ്പികൾ നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം. അവർക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ്. പിന്നെ ഗുരുദേവനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് കൂടെ നമ്മൾ പ്രിന്റിംഗ് നോട്ടായിട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ തപ്പിപ്പോകാതിരിക്കാൻ വേണ്ടി അതോടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിന്റെ ചുമതല നമുക്ക് വേണമെങ്കിൽ നമ്മൾ അരുൺജിക്ക് കൊടുക്കാം. അരുൺകുമാർ വേണുഗോപാൽ. അരുൺജി ഈ ഗുരുദേവന്റെ ബുക്കുകളുടെ എക്സിബിഷനോ അങ്ങനെ വല്ലതും ഉണ്ടോ അവിടെ? അല്ല, ശശിമാർജി താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ശിവരിൽ നിന്ന് സ്വാമി വരുമ്പം കലണ്ടർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ബുക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസ് നമ്മളിവിടെ ഒരു 10-25 നമ്മൾ തയ്യാറാക്കി വെക്കും. ചിലപ്പം കൂടുതലായിട്ട് ചെറിയ ഫോട്ടോ ഫ്രെയിം ചെയ്തു. പിന്നെ പിക്ചർ നമ്മൾ എടുത്തു വെക്കും. അത് പിക്ചർ ആകുമ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്യാത്ത എല്ലാവരും കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഗുരുദേവന്റെ നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ഫോട്ടോകൾ നമുക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഈ സമ്മേളനത്തിൽ. അതിന്റെ മെസ്സേജ് ഇവിടെ ഉൾപ്പെടുത്തുക. സ്റ്റേജിൽ ഗുരുദേവന്റെ വലിയ ഫോട്ടോ കണ്ടേ അതുണ്ടാവും. അതായത് സ്റ്റേജിൽ മാത്രമല്ല. അല്ല, ആ ചോദ്യം ചോദിച്ചാൽ നാരായണത്തിനും പ്രത്യേകം ഉണ്ട്. കാരണം സ്റ്റേജിലെ ഗുരുദേവന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും, നിലവിളക്കുണ്ടാവും, വിളക്ക് തെളിയിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ ഘോഷയാത്ര വരുമ്പോൾ ചോദിച്ചിട്ടൊന്ന് മൂട്ട് ചെയ്യണം, അവിടുന്ന് ഡിസ്റ്റൻസ് ഉണ്ട് സംസാരിക്കും. ഓക്കെ, ഈ നമ്മൾ ഘോഷയാത്ര വരുമ്പം ഗുരുദേവന്റെ ഒരു ചെറിയ ഫോട്ടോ കയ്യിൽ പിടിച്ച് മാലയിട്ടൊരു ഫോട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ഘോഷയാത്രയായിട്ട് വരുന്നത്. ഇതൊരു ആശ്രമമാണ്. നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നതെല്ലാം കാമ്പൗണ്ടുമാണ്. വളരെ ഭക്തിപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്യാപ്ഷൻസ് എഴുതിയേക്ക് ചില ബോർഡുകൾ, ചിത്രങ്ങൾ ഉൾപ്പെടെ വിവേകാനന്ദ സ്വാമി, ശങ്കരാചാര്യ സ്വാമികള്, ചട്ടമ്പി സ്വാമി, ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ വെളിയിൽ ചില കാർഡുകളൊക്കെ വെച്ചൊരു ചെറിയ ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സിബിഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സമയത്ത് അത് ക്രമീകരിക്കും. നമുക്ക് ഇതിന്റെ എല്ലാം ഒരു ഫിസിക്കലായിട്ടുള്ള ആൾക്കാരുടെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതുകൂടെ നോക്കും. പക്ഷെ ഇപ്പോഴില്ലെങ്കിലും തുടർന്നുള്ള പരിപാടികൾ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പിന്നെ ശിവഗിരി മഠത്തിന്റെ കൂടാതെ ഇപ്പൊ ഈ പ്രോഗ്രാം നോട്ടീസ് പുറത്തേക്ക് വരുമ്പോ ഹൈന്ദവ പ്രസിദ്ധീകരണക്കാർ ചിലപ്പം ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് സ്റ്റാളുകാര് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. നമ്മൾ വരുന്നിടത്ത് അങ്ങോട്ട് കിടന്നിട്ട് മുമ്പ് വെളിയിലൊരു സൗകര്യമുണ്ട് രണ്ടിടത്ത്. അവിടെ അവർക്ക് അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാനുള്ള ഫ്രീയായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ മീഡിയയ്ക്ക് മറ്റേ പേഴ്സണലായിട്ട് എന്തെങ്കിലും കസ്റ്റമർജിയൊക്കെ വരുമ്പം നമ്മൾ പ്രത്യേക ചില മീഡിയാസിനോട് പറഞ്ഞു കഴിഞ്ഞു ഇന്റർവ്യൂ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തരും. ഹിന്ദി ചാനൽ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള ചാനലൊക്കെ കാണും. ഇതൊരു ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ കൂടുതൽ മറ്റു സ്ഥലത്തേക്ക് പോകണം. പിന്നെ നമ്മൾക്ക് ഇത് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ കംപ്ലീറ്റ് പ്രോഗ്രാം നമ്മൾ റെക്കോർഡ് ചെയ്തു സ്റ്റഡി ചെയ്യാനും കേൾക്കാനും നമുക്ക് ഇവരെ എഴുതിയെടുക്കാൻ പറ്റത്തില്ലല്ലോ പ്രഭാഷണങ്ങളൊക്കെ. പിന്നീട് നമുക്കത് ഒരു ടെസ്റ്റ് ആക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് കംപ്ലീറ്റ് റെക്കോർഡാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി എന്താണ്, എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അവിടെ ദീപം കൊളുത്തുമ്പോ ശംഖുനാഥം വേണം. അപ്പൊ നമ്മൾ ചെണ്ട മേളക്കാരുണ്ടല്ലോ, നമുക്ക് ശംഖ് ഊതിക്കൊണ്ട് ചെയ്യാം. ചെണ്ടേക്കാൾ നല്ലത് പഞ്ചവാദ്യമാണെന്ന് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ പറയാം. ആയിക്കോട്ടെ, പഞ്ചവാദ്യം ചെയ്യാം സാർ. പഞ്ചവാദ്യം ചെയ്യാം. പഞ്ചവാദ്യക്കാരോട്
ശംഖു കൊണ്ടുവരാൻ പറയാം. അല്ല, അവനോട് പറയാം. ദീപം കൊളുത്തുമ്പോ തന്നെ പ്രയർ ആക്കിയാ പോരെ? എന്താണെന്നറിയോ, ചിലപ്പോ ഈ സ്ഥലവും ഇതൊക്കെ തമ്മില് വിളക്ക് കത്തിക്കാനൊക്കെ വരുമ്പോ ഒരു ചെറിയ ഡിസോർഡർ വരും നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ. ശശിമാർജി, മറിച്ച് നമ്മൾ ദീപം കത്തിച്ച് പ്രയറിന് വരുമ്പോ ഉണ്ടല്ലോ, ഒരു നല്ല ഷോയില് എടുക്കാൻ പറ്റും. ഈ പ്രോഗ്രാം മുഴുവൻ നമുക്കൊരു ഡോക്യുമെന്ററി പോലെ എടുക്കണമല്ലോ മൊത്തത്തിൽ. സർവ്വത സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് ഒരു അരമണിക്കൂറുള്ള. അപ്പൊ നമുക്കിതെല്ലാം നല്ല ഷോ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റുഡിയോയ്ക്ക് അകത്ത സ്ഥലമാണ്, വലിയൊരു ഓഡിറ്റോറിയം അല്ല ഈ ആശ്രമത്തിനകത്ത്. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു കണ്ടക്ഷൻ വരും. ഇത്രയും പേര് ഒരേ ഭക്ഷണത്തിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടോ ആശ്രമത്തില്? ഭക്ഷണം ആശ്രമത്തിന് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നതിന് വെളിയിൽ പ്രത്യേക ടേബിൾ ഇട്ട് അവിടെ അറേഞ്ച് ചെയ്യുവാണ്. ഒരു 50 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. മറ്റേ കയ്യിൽ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. തണുപ്പ് സമയമായതുകൊണ്ട് അത് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന് വെളിയിലാണ് ഫുഡ് അറേഞ്ച്. ഈ കാമ്പൗണ്ടിൽ തന്നെ അവരുടെ ഡൈനിങ് ഹാളുണ്ട് സർ. അവരുടെ ഡൈനിങ് ഹാളുണ്ട്. അല്ല, അവരുടെ ഡൈനിങ് ഹാളിലല്ല, നമ്മൾ വെളിയിലാണ് സെറ്റ് ചെയ്യുന്നത് ടേബിൾ. നമ്മളന്ന് ചെന്ന് ഇരുന്നില്ല ചേട്ടാ. നമ്മൾ ഇരുന്നത് അവരുടെ ഡൈനിങ് ഹാളിന്റെ ഒരു ഭാഗത്താണ്. അതല്ല, നമ്മളല്ലാതെ വെളിയിൽ ഇരുന്നില്ല ഒരു സ്ഥലത്ത്. അവിടെ നമുക്കൊരു 15 സെറ്റ് ടേബിൾ ഇട്ട് പറ്റുമെങ്കിൽ മേളിലൊരു കവറൊക്കെ ചെയ്തൊരു ബാനറൊക്കെ വെച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. ഇതിന്റെ നമുക്ക് ആലോചിക്കാം, അതിന്റെ കാര്യങ്ങൾ ആലോചിക്കാം. ഒരു മിനിറ്റ്. അപ്പൊ വിനോദ, അവിടെ നമ്മൾ അന്ന് ഇരുന്ന സ്ഥലത്ത് അത് ഈ മരങ്ങളും ഒക്കെയാണ്. രാത്രി അവിടെ കിളികളും മറ്റൊക്കെ ഇരിക്കുന്നതാണ്. അല്ല, നമ്മൾ ഓപ്പൺ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കിളികളൊക്കെ അതിനെ കഷ്ടിയൊക്കെ ചെയ്യും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കീടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അത് നമ്മൾ ആ ഒരു അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണത്. അതിന്റെ മേളിൽ ടെന്റ് ഇടേണ്ടി വരും. അപ്പൊ അതിന് അഡീഷണൽ എക്സ്പെൻസ് വരും. നമുക്ക് നോക്കാം, ആലോചിക്കാം. 2 ദിവസത്തിനുള്ളിൽ. അല്ല, ഒരു കാര്യം ചോദിക്കുക, അവർക്ക് വലിയൊരു ഹാൾ ഉണ്ടല്ലോ, ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ. എന്നാൽ നമ്മള് അല്ല, അത് ഈ അവിടുത്തെ ആശ്രമത്തിൽ താമസിക്കുന്ന സ്വാമിമാർക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചൊരു സംവിധാനമാണ്. ശരി തന്നെ. അപ്പൊ അല്ല, അത് ഞങ്ങൾ സംസാരിച്ചു, അത് അവരോടല്ല, പെർമിഷൻ ഇല്ല. നമുക്ക് വെളിയിലെ സംവിധാനം ഉണ്ടാക്കാം. ആശ്രമമല്ല, അതിന്റെ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടെ പ്രോപ്പർ ലൈറ്റിംഗും വേണമല്ലോ. ലൈറ്റിംഗ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കണ്ടേ നമുക്ക് അവിടെ? അല്ല, ലൈറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മൾ അഡീഷണൽ ആയിട്ട് ലൈറ്റ് എല്ലാം എടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ തന്നെ വലിയൊരു സംവിധാനമുണ്ട്. നമുക്ക് ഈ നമ്മളെ ഒരു മൈക്ക് നമ്മൾ അഡീഷണൽ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനെ ബാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി അപ്പൊ അവർ 4 മണിക്ക് മുതലല്ലേ നമുക്ക് എൻട്രി, ഇപ്പൊ ഈ കമ്മിറ്റിക്കാർക്ക് ഒരു 1 hour ബിഫോർ അല്ലെങ്കിൽ 2 hour ബിഫോർ അവിടെ എൻട്രി ചെയ്യാനുള്ള സംവിധാനം കൂടെ വേണം. അത് ഓൾറെഡി സ്വാമിയോട് സംസാരിച്ച് നമ്മൾ 2-3 ദിവസത്തിൽ അതിന്റെ പെർമിഷൻ എടുക്കും. നമ്മുടെ സ്വാമിജി പ്രത്യേകം വരും. അവിടുന്ന് മഠത്തിലെ സ്വാമിജി ഉണ്ടാകും കേട്ടോ. ചോദിച്ചോടാ, സ്വാമിജി അവിടുന്ന് ഉണ്ടാകട്ടെ, ഞാനത് വിട്ടുപോയി. അവിടുത്തെ സ്വാമിജി വിദേശത്ത് പോകുമെന്നുള്ളതാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചോ നമുക്ക് അവിടുത്തെ പകരം ഒരു സ്വാമിജിയെ വിളിക്കാം. ഒരു ആശ്രമത്തില് സത്യാനന്ദ സ്വാമി വരുന്നതല്ല. അപ്പൊ നമ്മൾ ആശ്രമത്തിൽ ഒരു പ്രയർ ഹോളുണ്ട്. അതൊക്കെ സ്പെഷ്യലായിട്ട് വേണം നമ്മൾ വരേണ്ടത്. പ്രാർത്ഥന വേണം വരേണ്ടത്. അതെ, അതുകൂടെ നമുക്ക് ക്രമീകരിക്കാം. അത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. റെക്കോർഡിക്കലായിരിക്കണം. നമ്മുടെ മിനിറ്റ്സിനകത്ത് വരണം. ഇതെല്ലാം അല്ല വിട്ടുപോകും. നമ്മളൊരു സ്റ്റോറി പറയുന്ന പോലെ ആയിപ്പോകും. ഇത് ഗ്രൂപ്പിനകത്ത് വരണം ഈ കാര്യങ്ങൾ. നമ്മുടെ ഈ കമ്മിറ്റി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ചർച്ച നടത്തുന്ന കമ്മിറ്റി. ഇന്ന് സജീവമാർജിയെ ഞാൻ വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. വളരെ ആരോഗ്യകരമായിട്ടൊരു ചർച്ച ആ ഗ്രൂപ്പിലുണ്ടായി. തീർച്ചയായും നമ്മുടെ സംഘടനയെ ശരിയായ രീതിയിൽ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ സജഷൻസ് ഉപകരിച്ചു. തീർച്ചയായും ഇതൊക്കെ ഉണ്ടായി വരണം. എനിക്ക് എന്റേതായിട്ടുള്ള ചില പരിമിതികൾ കാണുമ്പോൾ അത് കാര്യങ്ങൾ എല്ലാവരുടെ അഡ്വൈസ് വരുമ്പോഴാണ് അതൊരു സംഘടനയുടെ അഡ്വൈസ് ആയിട്ട് വരുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഫുഡിന്റെ വേസ്റ്റും ഗാർബേജും ഒക്കെ ഡിസ്പോസ് ചെയ്യേണ്ട സംവിധാനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 2-3 പേരെ നമുക്ക് എൻഗേജ് ചെയ്യേണ്ടി വരും. കാരണം അല്ല അത് വളരെ പ്രത്യേകിച്ച് ആ ഏരിയ വളരെ ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്ന ഏരിയക്കകത്ത് വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ആണ്. നാളെ നടക്കുന്ന മീറ്റിംഗ് സംഘത്തിന്റെ മുതിർന്ന ആൾക്കാരായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഫുഡ്, മറ്റേ വോളണ്ടിയർ, മറ്റ് കൺട്രോളിങ്, മറ്റ് സഹായങ്ങൾ, അതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് ആണ്. മുതിർന്ന ആൾക്കാരുള്ള മീറ്റിംഗ് ആണ്. നാളെ വൈകിട്ട് വരുമ്പോൾ തന്നെ ഞാൻ അതിന്റെ ഒരു ക്ലാരിറ്റി തരാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും പ്രാദേശികമായി നമ്മുടെ വരുന്ന ആൾക്കാർക്ക് മറ്റു ബുദ്ധിമുട്ടുകളെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുതിർന്ന ലീഡർഷിപ്പായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അവരുടെ പ്രസൻസ് ഉണ്ടാവും, മറ്റ് സഹായങ്ങൾ ഉണ്ടാവും, എല്ലാ ഹെൽപ്പും ഉണ്ടാവും, പോലീസിന്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും.
മറ്റ് ഒരു തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി അതെല്ലാം നാളെ ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഈ പരിപാടിക്ക് ഒരു 10 ദിവസം മുമ്പ് A-to-Z കാര്യങ്ങൾ ശ്രദ്ധ നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് വരാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുക. അത് റിട്ടേൺ ആയിട്ട് വേണം അതിന്റെ മറുപടി കൊടുക്കേണ്ടത്. നമ്മൾ തീരുമാനമുള്ള റിട്ടേൺ ആയിട്ട് ഗ്രൂപ്പിൽ തന്നെ വരണം. അല്ല, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. അവിടെ നമ്മുടെ സ്ലമ്മില് താമസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിന്റെ അടുത്ത് തന്നെ. ഈ ഫുഡിന്റെ സമയത്ത് അവര് ഒരുപാട് ആൾക്കാർ എൻട്രി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുള്ളവിടെ ഒരു നോക്കണം. ഫുഡ് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഫുഡ് ഇല്ലാണ്ട് വരും. അത് ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ അല്ല, കാര്യം തന്നെയാണ് അത്. അതിനെ നമ്മൾ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാല് ദൈവഹിതം പറയാം. കാര്യം ഭക്ഷണം കഴിക്കാനായിട്ട് ആശ്രമത്തിനകത്ത് അകത്ത് നടക്കാൻ ഒരു മിനിറ്റ് ഈ നമ്മുടെ ID കാർഡ് അതിനൊരു ഇതായിട്ട് നമുക്ക് മാനദണ്ഡമായിട്ട് എടുക്കാം. ഇത് കണ്ടുകൊണ്ട് അല്ലെ അകത്തിരിക്കുന്നവർക്ക് നമുക്കൊരു പാസ് ഇഷ്യൂ ചെയ്യാം. പക്ഷെ ഒരാൾ വന്ന് എനിക്ക് വിശക്കുന്നു പറഞ്ഞ് പ്ലേറ്റുമായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് റിഫ്യൂസ് ചെയ്യാം. ഒന്നല്ല വരുന്നത്, അവര് വരുന്ന ഒരുപാട് പേരിലെ കൂട്ടത്തോടെയാണ് വരുന്നത്. അപ്പൊ 1-2 പേരൊക്കെ മാനേജ് ചെയ്യാം. 50 പേര് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രോഗ്രാം പോയില്ലേ, ഡ്രോപ്പായില്ലേ? അല്ല, അത് നമുക്കൊരു കാര്യം ചെയ്യാം. നാളത്തെ മീറ്റിംഗില് ഇതുകൂടെ ഞാൻ പറയാം. ആ ഗേറ്റില് നമുക്ക് അതിന് ഒരു ചെറിയ ചെക്കിങ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കാം. അതിന്റെ മെയിൻ ഗേറ്റില് എല്ലാവരും കയറി ആശ്രമത്തിൽ വരത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ആശ്രമം അല്ല. നമ്മളിവിടെ അയ്യപ്പൻ അമ്പലത്തിലൊക്കെ കാണുന്നില്ലേ? കാരണം അവിടെ നമ്മൾ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ സൈഡിൽ കൂടെ എല്ലാവരും അവരാണ് വരുന്നത്. അത് ചേട്ടാ അത്ര ഓപ്പൺ ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. ഇത് ആശ്രമത്തിൽ ഒത്തിരി പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരു സംവിധാനം അവിടെ കുറവാണ്. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഫുഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിനെ കൂടെ അഡ്വാൻസ് ചെയ്തായിരിക്കും നമ്പർ പറയുന്നത്. അത് തന്നെ ഞാൻ പറയാം. എന്തായാലും കാരണം നമ്മുടെ വരുന്ന അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് ഇല്ലാണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരരുത്. നമുക്ക് 225 പേർക്കാണ് സീറ്റിംഗ് കപ്പാസിറ്റി. 250 പേർക്ക് നമ്മൾ ഫുഡിന്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് 25-50 കൂടെ നമുക്ക് ആക്കാം. അല്ല വിനോദ്, ഫുഡിന്റെ നമ്പറിന്റെ കാര്യമല്ല, അത് ഒരു പാർട്ടിസിപ്പൻസ് ഭക്ഷണം കഴിക്കുന്നിടത്ത് വേറൊരാൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോലാഹലം ഉണ്ടാവും. അപ്പൊ അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആക്കുകയാണ് നല്ലത്. അത് ഗേറ്റിന്റെ അടുത്താണോ ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാം. അന്യര് പ്രവേശിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഒരു കെയർ. രജിസ്ട്രേഷൻ സമയത്ത് കൂപ്പൺസ് കൊടുത്താൽ മതി, ചെറിയ കൂപ്പൺസ്. സാർ, കൂപ്പൺസ് ആയാലും പുറത്തുനിന്നുള്ള ആളുകളുടെ ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നാളെ വിളമ്പാൻ പറ്റുമല്ലോ. ആഹാരത്തിന്റെ അല്ല, അങ്ങനെ നമുക്കിത് തടയാൻ വേണ്ടി ആ ഗേറ്റ് നമ്മൾ മുഴുവൻ ഓപ്പൺ ചെയ്യും പരിപാടിക്ക് മുമ്പേ. പക്ഷെ ആ പരിപാടി തുടങ്ങുമ്പോ ക്ലോസ് ചെയ്യാം. ഒരാളിനെ ക്ലോസ് ചെയ്തിട്ട് മാത്രം എൻട്രി കൊടുക്കുന്ന അത് അറ്റ്ലീസ്റ്റ് 4 മണിക്കൂറിന് കോൺട്രാക്ടിന് ആരെങ്കിലും സെക്യൂരിറ്റി കിട്ടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സെക്യൂരിറ്റി സംവിധാനം കൂടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് അവിടെ ആലോചിക്കാം. ഒരു മിനിറ്റ് നരസിംഹൻ ചേട്ടാ അവൈലബിൾ അല്ല മീറ്റിംഗില്. നരസിംഹൻ ചേട്ടൻ, നരസിംഹറാവു ഇപ്പൊ ഉണ്ടായിരുന്നു കണ്ടിരുന്നല്ലോ. മോള് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അത് മ്യൂട്ടഡ് ആണ് നരസിംഹറാവു, മ്യൂട്ടഡ് ആണ്. നമസ്കാരം ചേട്ടാ, ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കാം, അതിനൊരു മറുപടി പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ കമ്മിറ്റിയിൽ വന്നൊരു കാര്യം, നമുക്ക് ഈ ഫുഡിന് ഒരു കൺട്രോൾ വെച്ചില്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ മറ്റ് സുരക്ഷാ സംവിധാനം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് ആശങ്കപ്പെട്ടു. ഓക്കെ. നമ്മള് നാളത്തെ മീറ്റിംഗിൽ ഇതെല്ലാം വരത്തില്ലേ? അല്ലേ? അത് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു കൂപ്പൺ സിസ്റ്റം വെക്കാം. ആ കൂപ്പൺ കൊടുക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നത് കൂപ്പൺ സിസ്റ്റം വെക്കാൻ വേണമെങ്കിൽ അതെല്ലാം ചെയ്യാം. നമുക്ക് ആ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവിടെ ആൾക്കാരെ ഈ പ്രോഗ്രാമിന് ശേഷം വരുന്നവരെ അല്ലാതെ വരുന്നവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി സംവിധാനം കൂടെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ആൾക്കാരെ വെക്കാൻ. ഓക്കെ. വേറെ പേയ്മെന്റ് ചെയ്ത് ആരെയും വെക്കണ്ട, ഗാർഡായിട്ട് പേയ്മെന്റ് ചെയ്ത് ആരെയും വെക്കണ്ട. നമ്മൾ വേറെ നമ്മുടെ ആൾക്കാരെ വെക്കാം. അപ്പം രവിചേട്ടാ, നമ്മുടെ ഒരു സംഘത്തിന്റെ നമ്മുടെ പാർട്ടിയുടെ ഒക്കെ ഒരു സംവിധാനം ഉണ്ടാവും ഈ കാര്യങ്ങൾ നാളെ സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യം പോയിന്റ് നമ്മൾ എംഫസൈസ് ചെയ്ത് പറയണം. ഓക്കെ. നമ്മള് ഇതിന്റെ കാര്യം ഞാനും നരസിംഹൻ ചേട്ടനോട് പ്ലാൻ ചെയ്ത് അതവിടെ എക്സിക്യൂട്ട് ചെയ്തോളാം. ഓക്കെ. വിനോദ്ജി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വിനോദ്ജി, നമ്മുടെ പ്രോഗ്രാം സ്ട്രിക്ട്ലി ഗ്രീൻ പ്രോട്ടോകോള് ഒബ്സർവ് ചെയ്ത് നടത്തണം. ഒരു പ്ലാസ്റ്റിക് വേസ്റ്റും അവിടെ ഒന്നും ഇടാൻ പാടില്ല. നമ്മുടെ പ്രോഗ്രാമിനും പ്ലാസ്റ്റിക്
കുപ്പികളൊന്നും പാടില്ല. എല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ വെച്ച് തന്നെ നമുക്ക് നടത്തിയാൽ അത് നന്നായി ഒരു മാതൃകാപരമായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന പാത്രം പാളയിലാക്കാം. ഗ്ലാസ് ഈ പേപ്പറിന്റെ കിട്ടുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. തേർഡ് ഇതെല്ലാം കളക്ട് ചെയ്യുന്ന കവറ് മാത്രമാണ് പ്രശ്നം. ഇത് കളക്ട് ചെയ്യാൻ നമുക്കൊരു ബക്കറ്റ് സംവിധാനം ഉണ്ട്. പക്ഷെ ബക്കറ്റിനകത്തൊരു കവർ വലുതായിട്ടുള്ളത് മറ്റു മെറ്റീരിയലിന്റെ ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കാം. ഓക്കെ. പിന്നെ ഫ്ലവറിന്റെ നമ്മൾ കയറി വരുന്നിടത്തൊക്കെ ഒരു ഫ്ലവറിന്റെ ഒരു സംവിധാനം കിട്ടുമെങ്കിൽ ചെയ്യാം. പിന്നെ വ്യാപകമായിട്ടുള്ള ഫ്ലെക്സുകൾ നമുക്ക് ഒഴിവാക്കാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അതെല്ലാം പ്ലാസ്റ്റിക്കിന്റെ സംഭവം, അല്ലാതുള്ള കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ കേരളത്തിലെ പോലെ തുണിയിൽ എഴുതി കിട്ടുന്ന പ്രിന്റ് ചെയ്യുന്നതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ എക്സ്പെൻസീവ് ആണ് ഡൽഹിയെ സംബന്ധിച്ച്. എങ്കിലും ഈ സജഷൻ പാലിച്ചുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രചരണത്തിന്റെ കാര്യത്തിന് ഫ്ലെക്സിന്റെ ഒരു 7-8 ബോർഡ് നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലെക്സിന്റെ മാത്രമേ വരത്തുള്ളൂ. വേറെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുകൾ വരും. എങ്കിലും അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം. പേപ്പറിന്റെ സാധനം കിട്ടും. അത് ലാസ്റ്റ് ചെയ്യത്തില്ല. മഴ വെള്ളം ചെയ്താൽ അത് നശിച്ചു പോകും, കുത്തിക്കേറിയാൽ പോകും, പട്ടി കഴിക്കുകയോ കാക്ക കുത്തുകയോ ചെയ്താൽ പശ ഒട്ടിച്ച് അത് പോകും. എങ്കിലും നമ്മൾ ഈ ടീച്ചറിന്റെ ഒരു നല്ല സജഷനെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് അത് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു മെസ്സേജ് കൂടെ നമുക്ക് അതിനകത്തുനിന്ന്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ സമ്മേളനത്തിനകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ അത് നമ്മുടെ നാളത്തെ ഒരു മീറ്റിംഗ് കൂടി പ്രോഗ്രാമിന്റെ ഒരു ചാർട്ട് വരും. അതുകൂടാതെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, ഇന്ന വിഷയങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഒന്ന് യുദ്ധം നടക്കുന്നു, ഈ ലോകത്തെ നശിപ്പിക്കുന്ന യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്ത് സമാധാനപരമായ ഒരു നിലപാട് ലോകത്തെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തില് സമാധാന സമ്മേളനം ഒരുപാട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം. 2 മദ്യവും ഡ്രഗ്സും ഈ പറയുന്ന വയലൻസും വളരെ വർദ്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുട്ടികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകള്, ഇത്തരം പരസ്യങ്ങളൊക്കെ വ്യാപകമായിട്ടുണ്ടാകും. ഇത്തരം പൊളിറ്റിക്കലായ ഒരു വിഷയം, കൾച്ചറായിട്ടുള്ളൊരു വിഷയം, റിലീജിയനായിട്ടുള്ളൊരു വിഷയം, സ്പിരിച്വലായ കാര്യങ്ങൾ, ഇങ്ങനെ 3-4 കൾച്ചർ. ഇതിനെ തിരിച്ചുകൊണ്ട് ചില പ്രമേയങ്ങളോടെ നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഈ മീറ്റിംഗിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ക്ലിയർ ആയതിനു ശേഷം ഒരു മീറ്റിംഗ് വരും. പ്രോഗ്രാമിന് ഒരു 10 ദിവസം മുമ്പ് അല്ലെ 15 ദിവസം മുമ്പ്, ഒരു 5 ദിവസം കഴിഞ്ഞ് ആ മീറ്റിംഗിൽ നമുക്ക് ഈ കാര്യം കൂടെ അതൊക്കെ അന്നേരം എല്ലാവരും സജഷനായിട്ട് വന്നാൽ മതി. അല്ല ഈ മീറ്റിംഗ് നീണ്ടുപോകും. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ 9:30 8 മിനിറ്റ് കഴിഞ്ഞു. വിനോദ്ജി, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാൻ ഇനി 20-22 ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാവരും സ്വയം ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഞാൻ സാമ്പത്തികമായിട്ട് ഒരു 4-5 പേരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലര് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് പ്രോഗ്രാം നടക്കുന്ന അവിടെ 20,000 രൂപ ഒരു കോൺട്രിബ്യൂഷൻ സ്വീകരിക്കേണ്ടവർ, അത് ഓൾറെഡി 20,000 രൂപ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. നടേശ് സാറിന് അർജന്റായിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ശശികുമാർജിയുടെ നമുക്ക് സംസാരിച്ചുള്ള ഞാൻ പേഴ്സണലായിട്ട്. ഹോട്ടലിന്റെ കാര്യം ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് എവിടെയാണ് ഈ സ്ഥലത്ത് നമുക്ക് താമസിക്കാനുള്ള സംവിധാനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം വലിയ എക്സ്പെൻസ് വരാത്ത തരത്തിൽ ചെയ്യും. ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഇതിന്റെ എല്ലാ ഡോക്യുമെന്റും നാളെ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി റെഡി ആയിരിക്കും. പോസ്റ്റർ, ബ്രോഷർ കാര്യങ്ങളെല്ലാം തിങ്കളാഴ്ച ഇതെല്ലാം പ്രിന്റിംഗ് ആയിട്ട്, തിങ്കളാഴ്ച വൈകുന്നേരം ഇതെല്ലാം പ്രിന്റിംഗ് മെറ്റീരിയലായിട്ട് കൈവരും. ഓൾറെഡി നമ്മൾ പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയിലൂടെ പ്രിന്റിംഗ് മെറ്റീരിയൽ റെഡി ആയിരിക്കും. പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട്. നാളത്തെ മീറ്റിംഗിൽ അതിന്റെ പെർമിഷൻ എടുത്തിട്ട് നാളെ നമ്മൾ അനൗൺസ് ചെയ്യും, ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടും. വിനോദ്, എന്റെ ടിക്കറ്റും അക്കോമഡേഷനും ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു സർ. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഞാനത് നമ്മുടെ ഇതിന് ശേഷമുള്ള മീറ്റിംഗ് പറയാതിരുന്നതാണ്. ശശികുമാർജി നമ്മുടെ സംഘടനയ്ക്ക് വരികയും നമ്മൾ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം യഥാർത്ഥത്തിലെ ഗുരുദേവൻ വിഭാവന ചെയ്ത ഒരു കൺസെപ്റ്റ് DNG സാറുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച വന്നപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി. അതിന് നിമിത്തമായി തീർന്നത് നമ്മുടെ മഹാനായ RR ചേട്ടൻ. അദ്ദേഹത്തിന്റെ എന്നോട് നടത്തിയൊരു സ്വകാര്യ സംഭാഷണമാണ്. ഇങ്ങനെ ഒരാളുണ്ട്,
വിനോദ് ഒന്ന് പരിഗണിക്കണം. എനിക്ക് നേരത്തെ അറിയാത്തതുകൊണ്ടും ചേട്ടൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടും ഞാൻ അന്നേരം അവന് അനുവാദം കൊടുത്തില്ല. പക്ഷെ ലക്ഷ്മിജി വന്ന് എന്നോടൊരു നല്ല എക്സ്പ്ലനേഷൻ നൽകി. അദ്ദേഹം വരുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്, ഈശ്വരൻ പറഞ്ഞു അദ്ദേഹമാണ് നിങ്ങളെ ഇനി നയിക്കാൻ ഒരു ഉചിതമായ ആളെന്ന് തോന്നി. അപ്പൊ അദ്ദേഹം നിഷേധിക്കാൻ ചെയ്തു, എനിക്ക് സമയമില്ല, തിരക്കാണ്, 2 ദിവസം കൂടിലോ അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ഇതുപോലെ പ്രസംഗിക്കാനൊക്കെ വരാമെന്ന പറഞ്ഞു. പക്ഷെ ആ തീരുമാനമെല്ലാം മാറ്റി. കാര്യം പാഞ്ചജന്യം രൂപം കൊണ്ടതും ഇതുവരെ എത്തിയതെല്ലാം ഈശ്വര നിയോഗമാണ്. ഇനി അങ്ങോട്ട് പോകും. ശശികുമാർജി വന്നതോടുകൂടി ഇതിനൊരു ദേശീയ മുഖം, ഇപ്പൊ ഈ നമ്മുടെ ഈ സർവമത സമ്മേളനത്തിൽ കൂടി ഒരു ഇന്റർനാഷണൽ മുഖം നമ്മുടെ സംഘടനയ്ക്കും ഗുരുദേവന്റെ ആശയത്തിനും വന്നിരിക്കുന്നു. അത് മാത്രമല്ല, എനിക്ക് ചേട്ടനും UNG സാറും ഒക്കെ ഗുരുദേവനെ കുറിച്ച് ഇന്ന് സംസാരിച്ച് കേട്ടപ്പോ, കൺസെപ്റ്റ് കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു. സത്യം പറഞ്ഞ നമ്മള് മനസ്സിൽ സ്വപ്നമായി കൊണ്ടു നടന്ന ഒരു വലിയ ആഗ്രഹങ്ങൾ. ഇതാണ് പാഞ്ചജന്യത്തിന്റെ ഗുരുസാഗരത്തിന്റെ ലക്ഷ്യം. ആചാര്യന്മാരെ കുറിച്ച് പഠിപ്പിച്ച് ഹിന്ദു ഏകോപനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അതിന്റെ ചുമതല ചേട്ടനാണ് ഹിന്ദു ഏകോപനത്തിൽ. അദ്ദേഹത്തിന്റെ ധീരമായ ഒരു തീരുമാനവും വിശാലമായ ഒരു മനസ്സും ഈ പ്രവർത്തനത്തിനെല്ലാം ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ഞാനത് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുടെ ഒരു പേര് നമ്മുടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് പറയാൻ പറ്റും. മറ്റു മീറ്റിംഗ് ഞാനത് സാറിന് പറയാറില്ല. അതുകൊണ്ട് ശശികുമാർജി താങ്കളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. കാരണം ലോകത്തിന് താങ്കളെ ഇനി ആവശ്യമുണ്ട് ഒത്തിരി കാര്യങ്ങളില്ല. നമ്മുടെ സർവമത സമ്മേളനത്തിന്റെ അടുത്ത 1 വർഷം നമ്മൾ ആചരിച്ച സമാപനം ഡൽഹി വരുമ്പോ അല്ല വിനോദ്, ഇതിന് മാത്രല്ല ഞാൻ എവിടെ പോകുമ്പോഴും, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ട പോയതും എന്റെ എക്സ്പെൻസിലാണ്, കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നതും എന്റെ എക്സ്പെൻസിലാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ സ്വപ്നം കാണാത്തൊരു സംഭവം. അല്ല, അതിന്ന് ഞാൻ അതിന്റെ പാരലലി ഞാൻ അവരോടുള്ള നോട്ട് ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്ത് 3-4 പ്രൊഫസർമാരോട് സംസാരിച്ച് അവർ കോർഡിനേറ്റ് ചെയ്യാവുന്നതൊക്കെ ഏറ്റിട്ടാണ് ഇത് ഞാൻ സംസാരിച്ചത്. പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളാണ്, ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികളാണ്. ഡൽഹിയിൽ എനിക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, അവരൊക്കെ വന്നോളൂ. ഈ ഒരു കാര്യം കൂടെ, നമ്മുടെ നോട്ടീസിന്റെ ലാസ്റ്റ് പേജില് നമ്മുടെ എല്ലാ ആചാര്യന്മാരുടെയും ചിത്രങ്ങൾ ഓരോ ക്യാപ്ഷൻസ് ഉണ്ടാവും. ലാസ്റ്റ് പേജ് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുക. ശങ്കരാചാര്യ സ്വാമികളെ, വിവേകാനന്ദ സ്വാമികളെ, തുളസിദാസ്, സൂർദാസ്, കുമാരനാശൻ, ചട്ടമ്പി സ്വാമികളെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ മന്നത്തെ വരെ നമ്മൾ ഉൾപ്പെടുത്തും. കാരണം ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് മുന്നോട്ട് വരാൻ ഒരു ബേസ് ഉണ്ടായിരുന്നു ഭാരതത്തിലും എസ്പെഷ്യലി കേരളത്തിൽ. അപ്പൊ അതിനെ നമ്മൾ മൊത്തത്തിൽ കാണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെയും ടാഗോറിനൊന്നും മറക്കണ്ട, വിവേകാനന്ദ സ്വാമികൾ, ഈ 3 പേരെങ്കിലും മിനിമം. കാരണം നമ്മള് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ 3 പേരുടെ ഒരു മീറ്റിംഗ് ഒരു ഇന്റർനാഷണൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് പറയുമ്പോഴൊക്കെ പറഞ്ഞത് നിങ്ങൾക്കൊന്നും അറിയില്ലാന്നേ ഉള്ളൂ, ഈ 3 വ്യക്തികൾ ഗുരുദേവനെ കാണാൻ വേണ്ടി കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഇംപ്രസ്ഡ് ആവുക. തീർച്ചയായിട്ടും ആ ചിത്രങ്ങൾ തന്നെ നമുക്ക് കൊടുക്കാം. അതെ, രവിചേട്ടൻ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ആ 3 ചിത്രങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട്. ഓക്കെ, അത് വേണം തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും സജഷൻസ് ആൾക്കാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ, ഒരു സജഷൻ ഉണ്ട്. നമ്മൾ ഈ അന്ന് വരുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എന്തെങ്കിലും നമ്മൾ ഇതിന്റെ ലോഗോ വെച്ചൊരു പെൻ എന്തെങ്കിലും കൊടുത്തോ, ഒരു പേനയോ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അത് ആലോചിക്കാൻ. കാര്യം നമുക്കൊരു നല്ല സ്പോൺസർഷിപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ വരുന്നവർക്കെല്ലാം ഇത് പേനയല്ല, ഇതിന്റെ ഒരു ചെറിയ ഒരു സെപ്പറേറ്റ് ബ്രോഷർ ശശികുമാർജി പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയ പിക്ചറും ക്യാപ്ഷൻസും വെച്ചുകൊണ്ട് അത് ശശികുമാർജി തയ്യാറാക്കിയ ഏറ്റവും ഉചിതമായി നമുക്കത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. അധികം ഡിസ്കഷന്റെ കാര്യം വരുന്നില്ല. പ്രിന്റിങ് കോസ്റ്റ് അതിന്റെ തയ്യാറാക്കുന്ന കോസ്റ്റേ വരുന്നുള്ളൂ. നമുക്കിപ്പോൾ ഓൾറെഡി ഐഡിയ ആയിക്കഴിഞ്ഞു. ജയദേവൻ സാറിന്റെ അത് പറഞ്ഞുകൊണ്ട് ഒരു ചരിത്ര സംഭവമായിട്ട് നമ്മുടെ ഈ ഡൽഹിയിൽ പരിപാടി മാറണം. അല്ല, ആ ഒരു പ്രിന്റ് ചെയ്തിട്ടൊരു ചെറിയൊരു പാഡും ഈ എക്കോ ഫ്രണ്ട്ലി പറഞ്ഞ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വെറും റീഫില്ല് വെച്ചിട്ട് പേപ്പർ തിരിച്ചു വെച്ചിട്ട് അതിനകത്തൊരു സീഡ് കൊടുത്തിട്ടുള്ള ഒരു പേന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഡിസ്കസ് ചെയ്യാതെ വെറും പേപ്പറാണ്, ഇറ്റ് ഡസന്റ് കോസ്റ്റ് മച്ച്. മനസ്സിലായി, പ്ലാസ്റ്റിക് അല്ലാത്ത പേന അല്ലേ? ആ, അതിന്റെ റീഫില്ല് പ്ലാസ്റ്റിക് ആണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കവർ എന്ന് പറയുന്നത് വെറും പേപ്പറാണ്. അങ്ങനെ കുറെ കിട്ടാറുണ്ട്. നമ്മൾ കോൺഫറൻസിനൊക്കെ പോകുമ്പോ അതാ തരിക സാധാരണ. അതെ, തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം കേട്ടോ.
മിനിറ്റ്സിനകത്ത്. അത് ഉണ്ടാക്കണവർ ഇഷ്ടം പോലെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. അതെ, ഓക്കെ. ഇതെല്ലാം നോട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് മിനിറ്റ്സ് ഇടുമ്പോ അത് വരണം. അതെല്ലാം അതിനകത്തൊരു സീഡും കൂടി വെച്ചു കൊടുക്കും, കാരണം അത് എവിടെ എറിഞ്ഞാലും അവിടെ മുളക്കും അത്. ഓക്കെ, നമുക്ക് അതുകൂടെ നോക്കാം. ഒരു കവറിനകത്ത് സീഡ്സ് കൊടുക്കുന്നത്. അല്ലല്ല, ഈ പേപ്പർ പേനയുടെ അവസാനം ഒരു സീഡ് ഉണ്ട്. ഓ ശരി. ആ പേന എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുളക്കും, പേന കളയുന്നിടത്ത് ഒരു ചെടി വരും. ഒരു ചെടി വരും. ഓക്കെ, നല്ല സജഷൻ. അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്താണെന്നുള്ളത് അതിന്റെ പിന്നോട്ട് ചർച്ച ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ മീറ്റിംഗ് പറയുന്നു. നരസിംഹ ചേട്ടാ, നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആളുടെ പേരെന്താന്ന് പറഞ്ഞത്? അമരീഷ്. അദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറഞ്ഞത് ഭാരതി പ്രാന്ത സംയോജക്, പിന്നെ നഗർ സംഘചാലക്. ഇവരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാം അതീവ സുരക്ഷയും എല്ലാ കമ്മ്യൂണിക്കേഷനും അത് രണ്ടാളെ വരണ. ഒന്ന് നമ്മുടെ വിനോദി താമസിക്കുന്ന നഗറിന്റെ നഗർ സംഘചാലക്, മാനനീയ നഗർ സംഘചാലക്. പിന്നെ നമ്മുടെ സംയോജക് പേരെന്ന് പറഞ്ഞ അമരീഷ്. അല്ല, നമ്മുടെ ഞാൻ താമസിക്കുന്ന നഗരത്തിന്റെ ചുമതലയുള്ള നഗർകാര്യവിന്റെ പേര് എനിക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹം ഉണ്ടാവും ഇവിടെ. ഓക്കെ. അപ്പൊ നമ്മള് ഈ പരിപാടി നടത്തുമ്പോൾ എല്ലാ ഓർഗനൈസേഷനും എല്ലാ പാർട്ടികൾക്കും അവിടെ ഒഫീഷ്യലായിട്ട് അവിടെ ഓഫീസിൽ ലെറ്റർ അയക്കും. അവിടെ സഹകരണം വേണം, അവരുടെ പ്രസൻസ് വേണം. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഷാളിട്ട് ആദരിക്കും. വേണം നമുക്ക് അതിന് ഫ്ലവറൂടെ വാങ്ങിച്ചു വെക്കാം. അല്ലേ ശശിമാർക്ക്? ബൊക്കെ ഒക്കെ ഒഴിവാക്കാം, ഒരു സിംഗിൾ ഫ്ലവർ കൊടുത്താൽ മതി എല്ലാവർക്കും ഞാൻ പറയുന്നത്. ഓക്കെ, റോസാപ്പൂക്കളെ വാങ്ങിച്ചു വെക്കാം. അത് ആർക്കാം, ചീഫ് ഗസ്റ്റിന് അടക്കം. കാരണം ബൊക്കെ ഒക്കെ വേസ്റ്റ് ആണ്. നമുക്കൊക്കെ എല്ലായിടത്തും കിട്ടുന്ന അവിടെ കളഞ്ഞിട്ട് പോകാറാവും. ഇപ്പൊ എല്ലാം സിമ്പിൾ ഫ്ലവർ ആണ് സാർ. സിംഗിൾ ഫ്ലവർ, ദാറ്റ്സ് ഗുഡ് ഇനഫ്. അതെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാം. അപ്പൊ ശരി, നമ്മൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റി, അതായത് നമ്മുടെ കോൺഫറൻസ്. ഇനി ആർക്കെങ്കിലും മൊമെന്റോ കൊടുക്കുന്നതിന് പകരം ശിവഗിരിയുടെ ഗുരുദേവന്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയായിരിക്കും നല്ലത്. മൊമെന്റോ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ സമ്മേളനത്തിന്റെ അഡ്രസ് ഉണ്ടാവും, ഏതാണത്? അല്ല, അതായിരിക്കും. അത് എല്ലാം നമ്മുടെ നോട്ടീസിനകത്ത് ഇപ്പം ഉണ്ടാവും. അല്ല, നോട്ടീസിൽ ഒരു അഡ്രസ് കൊടുക്കുമല്ലോ, അതുണ്ടാവും. അത് ഏതാണ്? ഏത്? ഇത് നടക്കുന്ന സ്ഥലം. നമ്മള് ഫോൺ നമ്പർ കാണും. നടക്കുന്ന സ്ഥലത്തായിരിക്കും, നടക്കുന്ന സ്ഥലം. അതാണ് നമ്മുടെ അഡ്രസ്, സമ്മേളനത്തിന്റെ അഡ്രസ്. അതെ. പിന്നെ നമ്മുടെ സംഘടനയുടെ പേര് പറയുമ്പോൾ അതാത് സംഘടനയുടെ അഡ്രസ് അതാത് സംഘടന ചവിട്ടി കാണും. ബ്രോഷറിനകത്ത്. ഓക്കെ. കമ്മ്യൂണിക്കേഷന് വേണ്ടി ആ ടീമിന്റെ പേരും അവരുടെ ഡെസിഗ്നേഷനും അവരുടെ ഫോൺ നമ്പറും ഉണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ലെറ്റർപാടോ എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നം അറിയിക്കണം. എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. പിന്നെ വിനോദൻ TP ശശാറും ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന 1924 ആലുവായി വെച്ച് നടന്ന സർവമത സമ്മേളനത്തിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു പുസ്തകങ്ങളോ വല്ലോ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് പലയിടത്തും അന്വേഷിച്ചു, അങ്ങനെ ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. ഞാൻ ഇന്ന് ആലുവ ആശ്രമത്തിലും പോയിരുന്നു, അവിടെയും ഒരു നല്ല ബുക്ക് സ്റ്റാളുണ്ട്, പക്ഷെ അവിടെ ആ പുസ്തകം ഇല്ല. അങ്ങനെ ഒരു ബുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ കൂടെ ഒരു ചരിത്രമാക്കത്തക്ക വിധത്തിൽ ഈ പ്രാവശ്യത്തെ ഈ സമ്മേളനത്തിനെ കുറച്ചുകൂടി ആ രീതിയിലും കൂടെ ചിന്തിക്കരുത്. ശിവഗിരിയുമായിട്ട് ശിവഗിരി സ്വാമിയായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ആരെക്കുണ്ടെങ്കിലും അത് എഴുതിക്കാന്നുണ്ടെങ്കിൽ ഒരു ചരിത്രം 1924 ആലുവ സർവസമ്മേളനത്തിന്റെ ഒരു സ്വാഗത പ്രസംഗമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നത് പ്രിന്റ് ചെയ്തുണ്ടെന്നായിരിക്കും തോന്നുന്നു. പ്രിന്റ് ചെയ്തുകൊണ്ട് സാർ, അത് പ്രിന്റ് ചെയ്തതുകൊണ്ട് അത് പല പുസ്തകങ്ങളിലും ഉണ്ട്. ആ സ്വാഗത പ്രസംഗമാണ് അതിന്റെ പേര് കേട്ട ഒരു സംഭവം. സ്വാമി ബ്രഹ്മവൃതനാന്ന് തോന്നുന്നു. സത്യവ്രത സ്വാമികൾ, അങ്ങനെ സത്യവ്രത സ്വാമികളാണ് അത് ചെയ്തത്. ചേട്ടാ ഒരു മിനിറ്റ്. നമ്മുടെ അനിത ടീച്ചർ ശിവഗിരിയുടെ ചുമതലയുള്ള ആളാണ്, വനിതാ വിഭാഗത്തിന്റെ ടീച്ചർ. അത് സാമൂഹികമായിട്ട് നാളെ സംസാരിച്ചിട്ട് നാളത്തെ നമ്മുടെ മീറ്റിംഗിന് മുമ്പ് അതിനെ ഒന്ന് അറിയിക്കണം. അനിത ടീച്ചർ മീറ്റിംഗിൽ അവൈലബിൾ ആവുന്നില്ല? ആവുന്നുണ്ട്. അനിത ടീച്ചർ
ശിവഗിരിയായിട്ടൊന്ന് ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഒന്ന് അതിന്റെ ഒരു കാലിബ്രേഷൻ ഉണ്ടായിട്ട് നാളെ എന്നെ വിളിക്കണം എന്താന്നുള്ളത്. പിന്നെ ആരായിട്ട് അത് ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ആ ഡോക്യുമെന്റ് ഉണ്ടാക്കാം. കാര്യം 1 ഇയർ പ്രോഗ്രാം ആണ്. അതെ, തീർച്ചയായും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ നമ്മൾ കൊണ്ടുവരണം. കാര്യം ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ആത്മബന്ധം ഇത് നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു മാതൃകയാകേണ്ടതാണ്. അതുപോലെ ചട്ടമ്പിസ്വാമിയുടെ ദേഹവിയോഗത്തിലെ ഗുരുദേവൻ എഴുതിയ ഒരു ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കലഹിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പോകുന്ന സമൂഹത്തിന് മുമ്പിൽ ഏകാത്മത ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ മീറ്റിംഗിൽ. അതെങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഒരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതോടെ നമ്മളൊരു ഓക്കെ ചേട്ടാ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രവിചേട്ടൻ ഒന്ന് നോട്ട് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തു. നാളെ ഒരു 11 കൂടി ഗ്രൂപ്പ് ഇടാൻ പറ്റുമല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് ഇട്ടാ മതി. ഓക്കെ. വരുന്നതില്ല, നമ്മുടെ ശശികുമാർജി നമ്മുടെ അടുത്ത സമയത്ത് സംഘടനയിലേക്ക് വന്ന ആളാണ്. എല്ലാ ആൾക്കാരും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ, സംഘടനയുടെ രീതികൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം മറ്റു ഉയർന്ന തലത്തിലൊക്കെ ഇരുന്നോട് ഞാനൊരു സജഷൻ പറഞ്ഞായിരുന്നു നേരത്തെ. നമ്മൾ 4 പേര് കൂടി ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ആൾക്കാര്, അതായത് ബഹുമാനപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോ അവര് എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, ഉദ്ദേശം പറഞ്ഞാണ് വിനോദ്ജിയോട്. നമ്മുടെ ഇതുവരെയുള്ള മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ ആ പ്രോഗ്രാം വെച്ചിട്ട് ഇന്നലെയും ചെയ്തിരുന്നു അത്. അപ്പൊ നമുക്കത് ഈ പരിചയം നമ്മൾ സ്വാഭാവിക, പക്ഷെ നമ്മൾ അതൊക്കെ പറഞ്ഞ് സമയം കളയല്ല എന്നുള്ള നിർദ്ദേശം വന്നുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് അതിന്റെ ആവശ്യമില്ല. കണ്ടന്റ് മാത്രം, ഉള്ളി എസൻസ്. എല്ലാവരും ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അറിയേണ്ട എസൻസ് ഉള്ളി. ചില മീറ്റിംഗ് നമ്മൾ എസൻസ് മാത്രമേ, കണ്ടന്റ് മാത്രം ചർച്ച ചെയ്താൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ നാളെ ഉച്ചയോടുകൂടി ഇത് നടന്ന ചർച്ചയുടെ കംപ്ലീറ്റ് ഒരു മിനിറ്റ്സ് നമ്മുടെ കമ്മിറ്റിയിലേക്ക് ഇട്ടാൽ പ്രസന്റ് ആകാത്ത ഒരാൾക്ക് അത് വായിച്ചിട്ട് മീറ്റിംഗ് കയറാൻ പറ്റും. പിന്നെ ചുമതല തന്നേക്കുന്ന ആൾക്കാരെ നോട്ട് ചെയ്യും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു സജഷൻ കൂടെ അവർ റെക്കോർഡൊക്കെ ആക്കി വെക്കണം. ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്താൽ നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മ ചിലത് തങ്ങി നിൽക്കത്തില്ല. കാര്യം മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പല വിഷയത്തിലും വിട്ടുപോകും, അങ്ങനെ പ്രശ്നം ഉണ്ടാകും. ശരി, നമുക്ക് സമയം നമ്മൾ പറഞ്ഞാൽ അതിക്രമിച്ചിരിക്കുന്നു. ഈ പങ്കെടുത്ത നമ്മുടെ ലീഡർഷിപ്പിലെ എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു. ക്രിയേറ്റീവായി